നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. നല്ല മഴയുള്ള ഒരു ദിവസം, രാവിലെ മുതൽ മഴയെല്ലാം എൻജോയ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ദിവസത്തിന്റെ ഏറ്റവും അവസാന ചില നിമിഷങ്ങൾ നമുക്ക് ഈ സൂം പ്രോഗ്രാമിൽ ചെലവഴിക്കാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് കോട്ടയത്ത് കറുകച്ചാൽ എന്നൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ്. ഇവിടെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് റേഞ്ചിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ആശയം വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഈ സമയത്ത് ഈ ആശയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ആശയത്തെക്കുറിച്ചുള്ള സൂചന പോലും കിട്ടാത്ത ആളുകൾ ധാരാളമുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം ഈ ആശയം എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ ആശയത്തിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് ഒരല്പസമയം നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറായി എന്നുള്ളത് ആ ഭാഗ്യത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. എനിക്ക് ഈ ആശയം ലഭിക്കുന്നത് 2024 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ്. 2024 മെയ് 7 മുതൽ ഈ ആശയത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഇന്ന് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ എങ്ങനെ ലോകം മുഴുവൻ അത് വ്യാപിക്കാമെന്ന ചിന്തയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഓരോ സുഹൃത്തുക്കളോടും കണ്ടുമുട്ടുന്ന ഓരോ ആളുകളോടും ഈ ആശയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഭാഗമായി വളരെ വലിയ നേട്ടങ്ങൾ എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സാധ്യതകളെല്ലാം ഈ മീറ്റിംഗ് ഹാളിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും കിട്ടും. അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ കാണിക്കുന്ന ഓരോ സ്ലൈഡുകളും അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ വിശദീകരണങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും അത് പ്രാവർത്തികമാക്കാനും ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും നേട്ടങ്ങൾ സ്വന്തമാക്കാം. ഈ ആശയം ബുഡ എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി അധിഷ്ഠിതമാണ്. ബുഡ ഡിജിറ്റൽ അസറ്റ് എന്ന എക്സ്പാൻഷനുള്ള ഒരു പുതിയ മേഖല. ആ മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സെഷനിലൂടെയാണ് ടെക്നോളജി പ്രാധാന്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. നാച്ചുറലി ഈ സിസ്റ്റം പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ എടുക്കുമ്പോൾ ഈ സിസ്റ്റം ഓരോന്നോരോന്നായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും. ബുഡ ടെക്നോളജി ലോകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20-നാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ 2024 മാർച്ച് 20-ന് മുമ്പ് ഇത്തരത്തിലുള്ള ലോജിക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താണ് പേര് സൂചിപ്പിക്കും പോലെ വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ്, വില മാത്രം ചെയ്യുന്ന ഡിജിറ്റൽ അസറ്റ് എന്ന പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭിക്കുന്ന ഡിജിറ്റൽ യൂണിറ്റ് ഒരു വിർച്വൽ അസറ്റ് മാത്രം ചെയ്യൂ. നമുക്ക് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു തരത്തിലുള്ള നഷ്ടസാധ്യതയും ഇവിടെ ഇല്ല എന്നാണ്.
എന്നാൽ ലാഭം കിട്ടാനുള്ള സാധ്യത ഒരുപാട് മഞ്ജു സാർ വോയിസ് ഇല്ല. ഈ സിസ്റ്റത്തിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ 2024 ഈ സിസ്റ്റം തുടങ്ങുന്നത്. പക്ഷെ അതിന് 35% വാല്യൂ ഉള്ള യൂണിറ്റ്സ് മാത്രമേ സിസ്റ്റം ഇഷ്യൂ ചെയ്യുമായിരുന്നുള്ളൂ. സോ ഒരു കസ്റ്റമർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ, ഞാൻ $1000 മുതൽ മുടക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് വെറും $350 വിലയുള്ള യൂണിറ്റ്സ് മാത്രം. സോ ഞാൻ അതിൽ നിന്ന് ഗ്രോ ചെയ്ത് $1000 എത്തുമ്പോഴേ എനിക്ക് എന്റെ ക്യാപിറ്റലായി മാറുന്നുള്ളൂ. അതിനുശേഷം വരുന്ന എമൗണ്ട് മാത്രമേ എനിക്ക് പ്രോഫിറ്റായി വരുന്നുള്ളൂ. വളരെ ലോങ് പ്രോസസ് ഫീൽ ചെയ്യുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഇതിന്റെ റിയൽ മാത്തമാറ്റിക്സ് മനസ്സിലാക്കിയവർ അന്ന് $50 കൊണ്ടും $100 കൊണ്ടും $150 കൊണ്ടും $200 കൊണ്ടും $1000 കൊണ്ടും 2000, 3000, 4000, $10,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ആ ടെതറോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 1790 പേരുടെ ഒരു കമ്മ്യൂണിറ്റി എത്തുന്ന സമയത്ത് 2025 മാർച്ച് 18 സിസ്റ്റം അതിന്റെ ഒരു മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കി. ചെതർ ഓഷൻ വിർച്വൽ അസറ്റ് എന്ന ഒരു സിസ്റ്റത്തിലൂടെ ആ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നപ്പോ 2024 ലോഞ്ച് ചെയ്ത ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ കേവലം $20 ഉപയോഗിച്ചൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അവിടെയും നമുക്ക് 35% വരെയുള്ള യൂണിറ്റ്സ് കിട്ടും. ഒപ്പം ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് യൂണിറ്റുകൾ വാങ്ങാം. അങ്ങനെ യൂണിറ്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് 100% വരെയുള്ള യൂണിറ്റ്സ് നമുക്ക് കിട്ടും. പ്ലസ് ഒരു 5% യൂണിറ്റ് എക്സ്ട്രയും കിട്ടും. അപ്പൊ അങ്ങനെ വന്നപ്പോ വരുന്ന ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അവർക്ക് മുതൽ മുടക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയ്ക്കുള്ള യൂണിറ്റ്സ് കിട്ടുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ സിസ്റ്റം വളരെ സ്പീഡായിട്ട് റൺ ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആഡ് ഓൺ പ്രോജക്റ്റ് ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. ടോവ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോയിൻ ഓഫർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അവിടെ നിന്നാണ് ടെതറോഷൻ വിർച്വൽ അസറ്റ് യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ആ വാങ്ങുന്ന യൂണിറ്റ് ആണ് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സെല് ചെയ്യുന്നത്. അങ്ങനെ സെല്ല് ചെയ്യുന്ന യൂണിറ്റ് മാത്രമേ അവിടെ ഒരു ബയർക്ക് വാങ്ങാൻ സാധിക്കൂ.
ഈ ബയേഴ്സും സെല്ലേഴ്സും എല്ലാം ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ്. സോ സിസ്റ്റത്തിൽ കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി എത്രമാത്രം വലുതാകുന്നോ അത്രമാത്രം സ്പീഡിൽ ഈ സിസ്റ്റം ഗ്രോ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റി വന്നാൽ മാത്രം മതി. ആ കമ്മ്യൂണിറ്റി തന്നെ ഈ സിസ്റ്റത്തിൽ എപ്പോഴും ട്രേഡ് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ സിസ്റ്റം എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം ഈ സിസ്റ്റത്തിൽ വച്ചിരിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. സിസ്റ്റത്തിൽ ടെതറോഷൻ എന്ന സിസ്റ്റത്തിൽ ബുഡ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൈസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ പ്രൈസിന്റെ 5 ഇരട്ടിയാണ് ടോവയുടെ പ്രൈസ് ആയിട്ട് സെറ്റ് ആകുന്നത്. ഉദാഹരണം, $0.10 ആണ് വുഡയുടെ പ്രൈസ് എങ്കിൽ $0.50 ആയിരിക്കും ടോവയിലെ പ്രൈസ്. $1 ആണ് വുഡയുടെ പ്രൈസ് എങ്കിൽ $5 ആണ് ടോവയുടെ പ്രൈസ്. ഇത്തരത്തിലൊരു പ്രൈസ് സെറ്റിംഗ് ടെതറോഷൻ എന്ന സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ഒരു വില വരുന്നത് എങ്ങനെയാണ്? ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ നമ്പർ. സത്യത്തിൽ ഈ ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ കോയിൻ നമ്പർ എന്ന ഈ കാൽക്കുലേഷൻ ഞാൻ ആദ്യമായി കേൾക്കുന്നത് 2017 2017 ഒരു ഇന്റർനാഷണൽ ബ്ലോക്ക് ചെയിൻ കൺവെൻഷനിൽ വെച്ചിട്ടാണ് ഒരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്ട് ആയിക്കോട്ടെ, ഒരു ടോക്കൺ ആയിക്കോട്ടെ, ഒരു ഡിജിറ്റൽ അസറ്റ് ആയിക്കോട്ടെ, അതിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് ആ സിസ്റ്റത്തിൽ എത്ര ലിക്വിഡിറ്റി ഉണ്ട്, ആ സിസ്റ്റം എത്ര കോയിൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കണം അതിന്റെ വില എന്ന് പറയുന്നത്. അത്തരത്തിൽ വിലയുള്ള സിസ്റ്റങ്ങൾ എക്കാലവും നിലനിൽക്കുന്നുണ്ടാകും. അല്ലാത്ത സിസ്റ്റങ്ങൾ പലതരത്തിലുള്ള ഡ്രാമകൾ അനുഭവിക്കുന്നുണ്ടാകും. എന്തൊക്കെയാണ് ഡ്രാമ? ഒരുപക്ഷെ 5 മില്യൺ അല്ലെങ്കിൽ 10 ബില്യൺ അല്ലെങ്കിൽ 100 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി യൂണിറ്റുകൾ നമ്മൾ കാണാൻ സാധിക്കും. ഇത്തരം യൂണിറ്റുകളെല്ലാം തന്നെ അതിനൊരു വിലയും കാണിക്കുന്നുണ്ടാകും. പക്ഷെ ഈ വിലയെല്ലാം ചില ഡ്രാമകളിലൂടെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണത്? ഒരുപക്ഷെ 10 മില്യൺ കോയിൻ ആണെങ്കിൽ അതിലൊരു 10,000 കോയിൻ മാത്രം ഒരു എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകും. ആ 10,000 കോയിന് മാത്രം ഒരു ലിക്വിഡിറ്റി വയ്ക്കും. അപ്പൊ ഒരു വില എക്സ്ചേഞ്ചിൽ കാണിക്കും. എന്നിട്ട് ആ വിലയ്ക്ക് അനുസരിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്യും. എക്സ്ചേഞ്ചിൽ ഇത്ര $1 വിലയുണ്ട്, പക്ഷെ മാർക്കറ്റിൽ നിന്ന് മുഴുവൻ അവരുടെ പേഴ്സണൽ വെബ്സൈറ്റിലായിരിക്കും. ഇത്തരത്തിലുള്ള പോളിസി എല്ലാം കീപ്പ് ചെയ്യുന്ന ധാരാളം പ്രൊജക്റ്റുകൾ മാർക്കറ്റിൽ വന്നപ്പോ ടെതറോഷൻ എന്ന പ്രൊജക്റ്റ് വളരെ കൃത്യമായി ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ കാൽക്കുലേഷൻ തുറന്നു പറഞ്ഞു. ഈ സിസ്റ്റത്തിൽ ഒരു വില വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ നമ്പറിൽ മാത്രമേ ഇവിടെ വില വരൂ. ആ ലിക്വിഡിറ്റി തുടക്കത്തിൽ 0 ആയിരുന്നു. 2024 മാർച്ച് 20 ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യുമ്പോൾ 0 ലിക്വിഡിറ്റി ആയിരുന്നു. കോയിന്റെ എണ്ണം 0 ആയിരുന്നു. അന്ന് ഒരു ബൈ പ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 0.01. സെൽ പ്രൈസ് അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻ വന്നപ്പോഴും ആ ട്രാൻസാക്ഷന് ആനുപാതികമായി 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. പകരം 35% വിലയുള്ള യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം 4,48,562.8612 ലിക്വിഡിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ടെതറോഷൻ കോയിൻസ് ആയിട്ട് 2,16,709.1453 യൂണിറ്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ബുധനാഴ്ച എത്രയെന്ന് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ ആർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇപ്പൊ കാണുന്ന വോയിസ് പോയി. ലിക്വിഡിറ്റിയെ ഈ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ, എന്നാൽ ഇന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ തിങ്കളാഴ്ച 2.06 ഇതിൽ ഒരുപാട് വളർച്ചാ സാധ്യത നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ മാറ്റമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ മാറ്റത്തിന്റെ എല്ലാം കാരണം ഈ സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ടെതറോഷൻ എന്ന സിസ്റ്റത്തിലുള്ള ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണം, ഇന്നൊരാൾ $20 കൊണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ $20 52%
$10.4 ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. ആ $20 35% വിലയുള്ള യൂണിറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ ആ 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ യൂണിറ്റിന്റെ എണ്ണം കൂടി, ലിക്വിഡിറ്റിയും കൂടി. പുതിയ ലിക്വിഡിറ്റിയെ പുതിയ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു പുതിയ വില സൃഷ്ടിക്കപ്പെടുകയാണ്. ഇനി അദ്ദേഹം ടോവയിൽ നിന്ന് വാങ്ങിയാലോ? ടോവയിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് എത്തും, പക്ഷെ പകരം യൂണിറ്റിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവും വരില്ല. അങ്ങനെ വരുമ്പോൾ പ്രൈസ് വീണ്ടും കൂടുകയാണ്. ഈ പ്രൈസ് കൂടുന്ന പ്രോസസ് ഈ സിസ്റ്റത്തിലുള്ള ഓരോ ആക്ടിവിറ്റിയിലും ഉണ്ടാകും. ഈ യൂണിറ്റ് മാർക്കറ്റ് പ്ലേസിൽ സെല് ചെയ്യപ്പെടുമ്പോൾ 4% സർവീസ് ചാർജ് കൊടുത്തിട്ടാണ് ഒരാൾ സെല് ചെയ്യുന്നത്. ആ 4% സർവീസ് ചാർജിൽ നിന്ന് സിസ്റ്റം 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഒരാൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ലിക്വിഡിറ്റിയിൽ മാറ്റം വരുന്നു, വില കൂടുന്നു. ടോവയിൽ നിന്ന് വാങ്ങിയാൽ ലിക്വിഡിറ്റിയിലെ എമൗണ്ട് വരുന്നു, വില കൂടുന്നു. മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്താൽ ലിക്വിഡിറ്റിയിലെ എമൗണ്ട് വരുന്നു, വില കൂടുന്നു. ഇനി ടെതറോഷൻ കോയിൻ ആരെങ്കിലും സെല്ല് ചെയ്താലോ? ഉദാഹരണം 2000.14 റേഞ്ചിലാണ് ഒരാളുടെ പ്രൈസ്. ഞാൻ എന്തുകൊണ്ടാണ് മെയ് മാസം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, മെയ് 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ടെതറോഷന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മെയ് 7-ാം തീയതി പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0.14 റേഞ്ചിലായിരുന്നു ടെതറോഷന്റെ പ്രൈസ്. അതനുസരിച്ച് $1000 മുതൽ മുടക്കിയ ഒരാൾക്ക് 2445 യൂണിറ്റ്സ് കിട്ടുമായിരുന്നു. ആ 2445 യൂണിറ്റ് ഇന്ന് അദ്ദേഹം സെല്ല് ചെയ്താൽ, അദ്ദേഹം $1000 മുതൽ മുടക്കിയത്, 2445 യൂണിറ്റ് അന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് $350 വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ ഹൃദയം തകർന്നു പോകുന്ന ഒരു അവസ്ഥ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായി കാണാം. പക്ഷേ ഇന്ന് 2445 യൂണിറ്റ്സ് $2.08 വിറ്റാൽ $5136 മേലെ തിരിച്ചു കിട്ടുന്ന അവസ്ഥയുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ ഹാപ്പി ആയിരിക്കും. കാരണം കേവലം ഒരു വർഷം പൂർത്തീകരിച്ചപ്പോ, ഇന്നിപ്പോ ജൂൺ മാസം 11-ാം തീയതിയാണ്, മെയ് 7-ാം തീയതി എന്ന് പറയുമ്പോ ഒരു വർഷവും ഒരു മാസവും പിന്നിട്ട് കഴിഞ്ഞു. ഈ സമയം കൊണ്ട് 5 ഇരട്ടിയിലേറെ ലാഭത്തിലെത്തി എന്ന് പറഞ്ഞാൽ അയാൾ ഹാപ്പി ആയേ പറ്റൂ. കാരണം ലോകത്ത് ഒരിടത്തും അത്തരത്തിലൊരു ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ വരുമാനം അയാൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും വിഡ്രോ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? അദ്ദേഹം ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യണം. അവിടെ ഒരു സെൽ ബട്ടൺ ഉണ്ട്, സെൽ പ്രൈസ് കാണിക്കുന്ന സെൽ ബട്ടൺ. സെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എത്ര യൂണിറ്റ് ആണോ യൂണിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൽ ബട്ടൺ കൊടുത്താൽ ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കിട്ടും. കൺഫർമേഷൻ കൊടുത്ത് വാലറ്റ് പാസ്വേഡ് കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് USDT കിട്ടും. പക്ഷേ $5100 അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് വെറും $2000 മാത്രമാണ്. കാരണം അദ്ദേഹത്തിന്റെ പാക്കേജ് $1000 ആണ്. അദ്ദേഹം മുതൽ മുടക്കിയ എമൗണ്ടിന്റെ ഇരട്ടിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹത്തിന് സെല് ചെയ്യാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും $5100 നിൽക്കുമ്പോഴും $2000 യൂണിറ്റ്സ് അദ്ദേഹം സെല് ചെയ്തു. ആ യൂണിറ്റ് എത്രയും സിസ്റ്റം ബേൺ ചെയ്ത് കളയും. അപ്പോ യൂണിറ്റിന്റെ എണ്ണം അവിടെ കുറഞ്ഞു. പകരം കൊടുക്കേണ്ട എമൗണ്ട് $2.08 വെച്ചിട്ട് കൊടുക്കേണ്ട പേയ്മെന്റ് എത്രയാണോ അതിന്റെ 90% കണക്ക് കൂട്ടി അത് ലിക്വിഡിറ്റിയിൽ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ലിക്വിഡിറ്റിയും കുറഞ്ഞു. അപ്പൊ $2000 യൂണിറ്റ്സ് വിറ്റാൽ അദ്ദേഹത്തിന് $1800 കിട്ടും. ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണം കുറയുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും പുതിയ ലിക്വിഡിറ്റിനെ പുതിയ കോയിന്റെ എണ്ണം കൊണ്ട്. അപ്പോഴും വില കയറുന്ന രൂപത്തിൽ മാത്രമേ സിസ്റ്റം വരൂ. കാരണം 100% കോയിൻ മൈനസ് ആയപ്പോ 90% മാത്രമേ പേ ഔട്ട് റിലീസ് ആയിട്ടുള്ളൂ. ഒരു 10% എക്സ്ട്രാ എമൗണ്ട് ലിക്വിഡിറ്റിയിൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5100 നിന്ന് 2000 മാത്രമേ സെല് ചെയ്തിട്ടുള്ളൂ. ബാക്കി $3100 അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ സെല്ല് നടന്ന പ്രക്രിയയിൽ അദ്ദേഹത്തിന്റെ യൂണിറ്റിന് ഉൾപ്പെടെ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില മാറി. ടെതറോഷനിൽ മാത്രമല്ല ടോവയിൽ വില മാറി, മാർക്കറ്റ് പ്ലേസിൽ വില മാറി. ബാക്കിയുള്ള $3100 അദ്ദേഹത്തിന് സെല്ല് ചെയ്യണം. അദ്ദേഹം ചെയ്യേണ്ടത് റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടുക എന്ന പ്രോസസ്സാണ്. ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ മാക്സിമം ബൈ ചെയ്യാൻ പറ്റുന്ന 1000 ആയതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വാലറ്റിൽ $1800 ഉണ്ട്. അതിൽ $1000 കൊണ്ട് അദ്ദേഹം റീബൈ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നത്തെ ബൈ പ്രൈസ് അനുസരിച്ച് സിസ്റ്റം $350 യൂണിറ്റ്സ് വീണ്ടും കൊടുക്കും. അപ്പൊ 3100 ഓൾറെഡി കയ്യിലുണ്ട്. 350 കിട്ടുമ്പോ $3450 യൂണിറ്റ്സ് അദ്ദേഹത്തിന്റെ കയ്യിലാകും. $1000
ബൈ ചെയ്ത അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് $2000 സെല്ല് ചെയ്യാനുള്ള പെർമിഷൻ സിസ്റ്റം കൊടുക്കും. ആ $2000 സെല്ല് ചെയ്യുമ്പോൾ അത്രയും യൂണിറ്റ് വീണ്ടും ബേൺ ചെയ്തു പോകും. $1800 ഇൻസ്റ്റന്റ് ആയിട്ട് വാലറ്റിലേക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും. അപ്പൊ $1000 റീബൈ ചെയ്തപ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി, വീണ്ടും സെല്ല് ചെയ്തപ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ലാഭമെടുത്ത് പുറത്തു പോയിക്കൊണ്ടിരിക്കുമ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പ്രോസസ്സാണ്. വിൽപ്പനക്കാർ കൂടിയാൽ, നമുക്ക് പരിചയമുള്ള ഏത് സിസ്റ്റത്തിലും ലാഭമെടുത്ത ആളുകൾ പിൻവലിയാൻ തുടങ്ങിയാൽ സിസ്റ്റം കൊളാപ്സ് ആയി പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും ടെതറോഷം പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾക്ക് അത്തരമൊരു ഭയപ്പാടുണ്ടാകും. എങ്ങനെയാണ് ആ ഭയപ്പാട് വരിക? സിസ്റ്റം കൊളാപ്സ് ആകുമോ? പിന്മാറിയാൽ കൊളാപ്സ് ആകുമോ? ഒരിക്കലുമില്ല. ആര് എന്ത് വിറ്റാലും, അത് ടോവ യൂണിറ്റ്സ് വിൽക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ടെതറോഷം വിൽക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി ലാഭം കിട്ടുന്ന പ്രോസസ് അല്ലാതെ ഈ സിസ്റ്റത്തിൽ നഷ്ടസാധ്യത ഒന്നും തന്നെയില്ല. ഈ സിസ്റ്റം എക്കാലവും നിലനിൽക്കുന്ന സിസ്റ്റമായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിന്റെ ബേസ് ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ഏത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ? ബൈ നടക്കുമ്പോ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു, 35% യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സെല്ല് നടക്കുമ്പോ 100% ബേൺ ചെയ്യപ്പെടുന്നു, 90% പേ ഔട്ട് റിലീസ് ചെയ്യപ്പെടുന്നു. ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന്റെ ലോജിക്, ആ ലോജിക്കിന്റെ പവർ ഇന്ന് നിരവധി ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എൻജോയ്മെന്റ് അനുഭവിക്കുന്ന ആൾക്കാർ ഹാപ്പിയാണ്. അവർ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ഗ്രോത്ത് അവരുടെ ഫണ്ടിന് ലഭിക്കുന്നു. ടെതറോഷം പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ, പലപ്പോഴും വാലറ്റിന്റെ പാസ്വേഡ് വരെ മറന്നുപോയ ആൾക്കാർ, അവരെല്ലാം ആ വാലറ്റിന്റെ പാസ്വേഡ് തപ്പിപ്പിടിച്ചെടുത്ത് ഇത് ഓപ്പൺ ചെയ്ത് ആ പ്രോഫിറ്റ് കാണുമ്പോൾ അത്ഭുതം കൂറുകയാണ്. എന്തുകൊണ്ട്? ഇതുവരെ കാണാത്ത ഒരു അനുഭൂതി ടെതറോഷം പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് ലഭിക്കുന്നു. പ്രോഫിറ്റ് കിട്ടും എന്ന് മനസ്സിലാകുന്നു. സ്വാഭാവികമായിട്ടും ടോവ മാർക്കറ്റ് പ്ലേസിന്റെ പവറിനെ കുറിച്ച് അവർ സീരിയസ് ആയി ചിന്തിക്കാൻ തയ്യാറാകുന്നു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ 2024 മാർച്ച് 20 0.01 തുടങ്ങിയ പ്രൈസ് 2024 മാർച്ച് 18 വരെയുള്ള പീരീഡ് ഓഫ് ടൈമിൽ നോക്കിയാൽ 0.24 വരെ മാത്രമേ ഗ്രോ ചെയ്തിട്ടുള്ളൂ. 0.01 നിന്ന് 0.24 വരെ ടെതറോഷന്റെ പ്രൈസ് എത്താൻ എടുത്ത സമയം ഏകദേശം 1 വർഷം. എന്നാൽ 0.24 നിന്ന് $2.08 ഈ പ്രൈസ് എത്തുന്നത് കേവലം 3 മാസം കൊണ്ട്. ചിന്തിക്കണം, 3 മാസം കൊണ്ട് ഇത്രയും സ്പീഡ് കൂടാൻ കാരണം എന്താണ്? അത് ടോവ മാർക്കറ്റ് പ്ലേസിൽ തന്നെയാണ്. ആളുകൾ ആവേശത്തോടുകൂടി ഏറ്റെടുക്കുന്നതാണ്. ഇത് ഞാൻ പലപ്പോഴും അനാലിസിസിന് വിധേയമാക്കുന്ന ബിറ്റ്കോയിനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബിറ്റ്കോയിൻ 2009 ഓപ്പൺ ആകുമ്പോൾ ബിറ്റ്കോയിന്റെ ഗ്രോത്തിനെ കുറിച്ച് ഒരു ഹിസ്റ്ററിയും ലോകത്തില്ല. 2008 2009 എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഒരിക്കലും ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. പലയിടത്തും 2008 എന്ന് പറയുന്നുണ്ട്, പലയിടത്തും 2009 എന്ന് പറയുന്നുണ്ട്. പക്ഷെ 2011 മുതൽ ബിറ്റ്കോയിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ 2011 മെയ് മാസം എടുത്ത് പരിശോധിച്ചാൽ ഒരു $19,000, $20,000, $30,000 റേഞ്ചിൽ മാത്രമേ 2011 ബിറ്റ്കോയിനിൽ ഡെയിലി ട്രേഡ് നടക്കുന്നുള്ളൂ. വെറും $19,000 ട്രേഡ് ഒരു ദിവസം, $20,000 ട്രേഡ് ഒരു ദിവസം, $34,000 ട്രേഡ് ഒരു ദിവസം. ഏതില്? നമ്മൾ ഇന്ന് ഏറ്റവും അഭിമാനത്തോടെ നോക്കി കാണുന്ന ലോകത്തെ നമ്പർ 1 ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിനിൽ 2011 അവസ്ഥയാണ് പറയുന്നത്. എന്നാൽ 2025 ജൂൺ മാസം 11 ഇന്ന് ബിറ്റ്കോയിൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും $34 ബില്യൺ ട്രാൻസാക്ഷൻ, $38 ബില്യൺ ട്രാൻസാക്ഷൻ, $48 ബില്യൺ ട്രാൻസാക്ഷൻ. വെറും 10,000ങ്ങളുടെ കണക്കിൽ നിന്ന് അല്ലെങ്കിൽ 1000ങ്ങളുടെ കണക്കിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളറിന്റെ കണക്കിലേക്ക് ഈ കമ്മ്യൂണിറ്റി ബിറ്റ്കോയിനെ എത്തിച്ചു എന്നുള്ളതാണ് ബിറ്റ്കോയിന്റെ വളർച്ചയ്ക്ക് കാരണം. എങ്കിൽ ടെതറോഷന്റെ വളർച്ചയ്ക്ക് കാരണം എന്താണ്? ഈ കമ്മ്യൂണിറ്റി തന്നെയാണ്. 2024 മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്തിട്ട് 2025 മാർച്ച് 18 വരെയുള്ള സമയത്ത് ഈ സിസ്റ്റത്തിൽ വന്ന കമ്മ്യൂണിറ്റിയുടെ എണ്ണം 1790. എന്നാൽ
2025 ജൂൺ മാസം 11-ാം തീയതി നിങ്ങൾ ബ്ലോക്ക് ചെയിൻ എടുത്ത് പരിശോധിക്കാം. 9128. ചിന്തിക്കണം, ഒരു വർഷം കൊണ്ട് 1790 കമ്മ്യൂണിറ്റി എത്തിയ സിസ്റ്റത്തിൽ നിന്ന് കേവലം 3 മാസം കൊണ്ട് 9128 ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും വാലറ്റുകളുടെ എണ്ണം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. വ്യക്തികളുടെ എണ്ണം അപ്പോഴും കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഈ മീറ്റിംഗ് ഹോളിലിരിക്കുന്ന 298 പേരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ 299 ഇവർ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും എത്ര വാലറ്റുകൾ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ വ്യക്തിയായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഓരോരുത്തരും മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ 9128 ഫിൽട്ടർ ചെയ്താൽ ഒരു 4000 ആളുകളിലേക്ക് മാത്രം ഈ ആശയം എത്തിയെന്നേ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കൂ. ആ 4000 ആൾക്കാരിൽ കേരളത്തിൽ നിന്നുള്ള സമൂഹമുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള സമൂഹമുണ്ട്, കർണാടകയിലുള്ള സമൂഹമുണ്ട്, മഹാരാഷ്ട്രയിലുള്ള സമൂഹമുണ്ട്. അതിനിടയ്ക്കുള്ള ആന്ധ്രാപ്രദേശിനെ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാ, കാരണം അവിടെ നിന്ന് ആരും ഇതുവരെ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. നോക്കൂ സുഹൃത്തുക്കളെ, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ നിന്നുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്നുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, പഞ്ചാബിൽ നിന്നുണ്ട്. ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഈ സിസ്റ്റത്തിന്റെ ഒരു എൻട്രി പോലും വന്നിട്ടില്ല. ഇതേ കമ്മ്യൂണിറ്റിയിൽ ഈ 4000 ആൾക്കാരിൽ GCC കൺട്രീസിൽ നിന്ന് ആൾക്കാരുണ്ട്, മലേഷ്യയിൽ നിന്ന് ആൾക്കാരുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാരുണ്ട്, ഫിലിപ്പീൻസിൽ നിന്ന് ആൾക്കാരുണ്ട്, തായ്ലൻഡിൽ നിന്ന് ആൾക്കാരുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്ന് ആൾക്കാരുണ്ട്, UK നിന്ന് ആൾക്കാരുണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാരുണ്ട്, ഉഗാണ്ടയിൽ നിന്ന് ആൾക്കാരുണ്ട്, UK നിന്ന് ആൾക്കാരുണ്ട്. ഇത്രയും രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിറ്റി ചേർന്ന് കേവലം 4000 ആളുടെ കയ്യിലാണ് ഈ സിസ്റ്റം എത്തിയെന്ന് പറയുമ്പോൾ ഈ വുഡ ടെക്നോളജി ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാലഘട്ടം അതിവിദൂരമല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരും ഈ സിസ്റ്റത്തിന്റെ പയനേഴ്സ് ആണ്, ഏറ്റവും ബിഗിനേഴ്സ്. ഈ ബിഗിനേഴ്സിന്റെ കയ്യിലേക്ക് ഇവിടെ കോടികൾ ഒഴുകി വരാനുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ആശയത്തിന്റെ പവർ നമ്മൾ തിരിച്ചറിയണം. ഈ ആശയത്തിന്റെ പവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ വിജയിക്കുകയും ചെയ്യണം. ലോകത്തെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്നത് ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോണിൽ നിന്നാണ്. ലോകത്തെ സ്മാർട്ട് ഫോൺ രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നത് സാംസങ് ആണ്. എന്നാൽ അന്ന് മൊബൈൽ ഫോൺ രംഗത്ത് രാജാവ് നോക്കിയ ആയിരുന്നു. നോക്കിയ എന്തുകൊണ്ട് സ്മാർട്ട് ഫോൺ രംഗത്തേക്ക് കടന്നു വന്നില്ല? അവർ ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കാം, ഞങ്ങൾ മൊബൈൽ ഫോൺ രംഗത്ത് രാജാവാണ്, ഇനി ഒരു മാറ്റത്തിനൊന്നും ഞങ്ങൾ വിധേയമാകേണ്ട ആവശ്യമില്ല. പക്ഷെ സാംസങ് റിസ്ക് എടുത്തു. എന്ത് റിസ്ക് ആണ്? ഒരു പുതിയ ടെക്നോളജിയുമായിട്ട് മാർക്കറ്റിലേക്ക് വന്നു. പുതിയ ടെക്നോളജി ആയിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ ചലഞ്ച് ആയിരിക്കാം? ഇത്രയും വലിയൊരു ഡിവൈസ് ആളുകൾ ഉപയോഗിക്കുമോ? ബാറ്ററി ലൈഫ്, അന്നത്തെ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ലൈഫ് വളരെ നിസ്സാര തുച്ഛം മാത്രമായിരുന്നു. സോ ചുരുങ്ങിയ ഈ ബാറ്ററി ലൈഫുള്ള ഈ പ്രൊഡക്റ്റ് ആളുകൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുമോ? റഫ് യൂസിന് ഒരിക്കലും പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. സോ റഫ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഈ ചലഞ്ചുകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പയനേറിയായിട്ട് സ്മാർട്ട് ഫോൺ രംഗത്തേക്ക് സാംസങ് കടന്നു വന്നപ്പോ, ആ മാർക്കറ്റ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടപ്പോ, ആ മാർക്കറ്റിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോ നോക്കിയ എന്ന മൊബൈൽ ഫോൺ രംഗത്തെ രാജാവ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയി. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കഥയാണ്, നമുക്ക് അനുഭവിച്ച ഒരു കഥയാണ്. ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന ലോകത്തെ കുറിച്ചാണ് ജനം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി അപ്പ് ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പല ക്രിപ്റ്റോ കറൻസി പ്രൊജക്ടുകളും സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. $5 $10 വില ഉണ്ടായിരുന്നത് കുറഞ്ഞു $3 ആകുന്നു, $2 ആകുന്നു, $1 ആകുന്നു. വില കുറഞ്ഞു 40 പൈസയാകുന്നു. ഇനിയും വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അത്തരം പ്രൊജക്റ്റിൽ നിന്നും വ്യത്യസ്തമായി ഓരോ യൂണിറ്റും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും വില കൂടുന്ന ഒരു സയൻസ്, വുഡ ടെക്നോളജി. ഈ വുഡ ടെക്നോളജി ഏറ്റെടുത്ത് നമ്മൾ അതിനെ കൃത്യമായി പ്രചരിപ്പിച്ചാൽ, അത് കൃത്യമായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടാൽ ലോകത്ത് തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ സിസ്റ്റം നമുക്ക് തരുന്ന മാർക്കറ്റിംഗ് ബെനിഫിറ്റ് അനന്ത സാധ്യതയുള്ളതാണ്. ആ മാർക്കറ്റിംഗ് ബെനിഫിറ്റിൽ ഒരിടത്തും ടോവ എന്ന യൂണിറ്റിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം USDT-യിലാണ് ആ പേയ്മെന്റ് മുഴുവൻ തരുന്നത്. ആ പേയ്മെന്റ് ഇൻസ്റ്റന്റ് ആണ്. ആ പേയ്മെന്റ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും വിഡ്രോ ചെയ്യാം.
$1 ഉണ്ടെങ്കിൽ $1 വിഡ്രോ ചെയ്യാം. അത്തരത്തിൽ വളരെ സിമ്പിളായി കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ സിസ്റ്റത്തിൽ ഉള്ളപ്പോ എന്തുകൊണ്ട് പണത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം? എന്തുകൊണ്ട് ബാധ്യത ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കണം? വളരെ ഈസിയായി ഈ സിസ്റ്റത്തെ ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയാൽ കൈ നിറയെ പണം സമ്പാദിക്കാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, $1000 കൊണ്ട് ഈ സിസ്റ്റത്തിൽ ബൈ ചെയ്യാൻ 1000 ആളുകൾ ഇന്ന് തയ്യാറായാൽ, $1000 കൊണ്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് ബൈ ചെയ്യാൻ, ടോവ യൂണിറ്റ് ബൈ ചെയ്യാൻ 1000 ആളുകൾ തയ്യാറായാൽ $10 ലക്ഷം ബൈ ഓർഡർ വരും. $10 ലക്ഷം ബൈ ഓർഡർ വന്നാൽ ടോവ പ്ലാറ്റ്ഫോമിൽ $2.5 ലക്ഷം കൊണ്ട് ടോവയിൽ നിന്നും $7.5 ലക്ഷം കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ നിന്നും ബൈ ചെയ്യപ്പെടും. ഇപ്പോ ഗ്ലോബൽ സെൽ ഓർഡറിൽ നിന്ന് പരിശോധിച്ചാൽ $7.5 ലക്ഷം സെൽ ഓർഡർ അവിടെ ഇല്ല. അതായത് ഇന്ന് $1000 കൊണ്ട് 1000 ആളുകൾ ബൈ ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ സിസ്റ്റം എത്തിയാൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെൽ ഓർഡർ തികയാതെ വരും ആളുകൾക്ക് ബൈ ചെയ്ത് തീരാൻ. അത്ര ബിഗിനിങ് സ്റ്റേജിലാണ് ഈ സിസ്റ്റം നിൽക്കുന്നത്. ഈ സ്റ്റേജിനെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഇതിനെ ഒന്ന് ഏറ്റെടുത്താൽ നമ്മുടെ കയ്യിലേക്ക് ഒഴുകാൻ പോകുന്നത് പണത്തിന്റെ വലിയ ഒരു തരംഗം തന്നെയാണ്. ഏറ്റെടുക്കാൻ, മനസ്സിലാക്കാൻ, ഇതിന്റെ സയൻസ് ഒന്ന് റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം നമ്മുടേതാണ്. ആ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. സോ അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഓവർ ടു ശിവദാസ് സാർ. താങ്ക് യു വെരി മച്ച് സർ. റെസ്റ്റിലാണ്. എനിവേ, വെരി ഗുഡ് പ്രസന്റേഷൻ ആസ് യൂഷ്വൽ. എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുക്കാം. എനിക്ക് ഒരുപാട് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പ്രശോഭ്, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ഓക്കെ സാർ, കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ. സാർ എനിക്ക് ഒന്നൊരു സജഷൻ ആയിരുന്നു. അതായത് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. ഓക്കെ സാർ. സാർ എനിക്കൊരു ഒന്നൊരു സജഷൻ ആയിരുന്നു. അതിപ്പോ നിലവിൽ ഇപ്പൊ നമ്മൾ ക്യൂ നീങ്ങാത്ത ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ ആക്ച്വലി. അപ്പൊ അത് ബയ്യും, അതായത് നിലവിലുള്ള ആളുകൾ, ക്ലെയിം കിട്ടുന്ന ആളുകൾ വീണ്ടും അത് വാങ്ങുന്നില്ല. അതായത് അവർക്ക് ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് വന്നത് കൊണ്ട് അവർ ചിലപ്പോ വീണ്ടും ഫണ്ട് സേഫ് ആക്കാന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ആക്ച്വലി അതൊരു മണ്ടത്തരത്തിലേക്കാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തിന് മാക്സിമം $500 ആണ് സെൽ ചെയ്തൊരു ക്ലെയിം കിട്ടുന്നുള്ളൂ. വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ഫണ്ടും കൂടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതെ അല്ലേ സാർ? അങ്ങനെ തന്നെയല്ലേ? അതെ. ഓക്കെ. പിന്നെ സാറേ, കഴിഞ്ഞ മീറ്റിംഗിൽ എപ്പോഴും പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നിലവിൽ ക്യൂ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഡേഴ്സ് ഒരു നിലവിൽ ബൾക്ക് എമൗണ്ട് ഇട്ടിട്ട് അത് ആദ്യം നീക്കാനൊരു സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സജഷനാണ്, ഇപ്പൊ ഒറ്റയടിക്ക് ഈ നിലവിലുള്ള ക്യൂ പെട്ടെന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഒരു ബൾക്ക് എമൗണ്ട് ഇട്ടിട്ട് നീക്കിയാൽ തന്നെ നിലവിലുള്ള ആളുകൾ എന്താണെങ്കിലും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടുത്ത സ്ലോട്ട് ഇടും. അപ്പോഴും ഈ സിസ്റ്റം വീണ്ടും സ്റ്റക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വീണ്ടും ഇങ്ങനെ ബൾക്കായിട്ട് നീക്കേണ്ട കണ്ടീഷൻ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 200-250 എന്നുള്ള രീതിയിൽ ആക്കുക, നീക്കുന്ന രീതിയിൽ. അതിനുള്ള ബൾക്ക് എമൗണ്ട് ഇടുക. നെക്സ്റ്റ് ഡേ അങ്ങനെ നീക്കുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യില്ലേ? അങ്ങനെ ആവുമ്പോൾ പാനിക്കായിട്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു സേഫ് കുറച്ചുകൂടെ വിശ്വാസം വരും. ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ല കുറച്ചുകൂടെ സജഷനാണ്. നമ്മൾ അതിലേക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. കാരണം ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെത്രോഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒരു കൊല്ലത്തിന് മേലെ 14 മാസം 15ാമത്തെ മാസമാണ്. ഓക്കെ, യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ. നമ്മളിപ്പോ ഈ പറയുന്ന ലിക്വിഡിറ്റി ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ ലിക്വിഡിറ്റി എല്ലാം അപ്ലൈ ചെയ്യുന്നത് ടെത്രോഷനിലാണ്. ടോവയ്ക്ക് അതായിട്ട് ആ ലിക്വിഡിറ്റിയിൽ യാതൊരു ബന്ധവുമില്ല. ബന്ധം മീൻസ് കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ കോൺട്രിബ്യൂഷന്റെ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നില്ല.
ഓക്കെ മനസ്സിലായില്ല. ആ ലിക്വിഡിറ്റി എമൗണ്ട് ടെത്രോഷനിലുള്ള വ്യക്തികൾക്ക് മാത്രം, ടെത്രോഷന്റെ യൂണിറ്റുകൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടാണ് ആ ഒരു ലിക്വിഡിറ്റി കിടക്കുന്നത്. ആ ലിക്വിഡിറ്റിയും ആ ഒരു സപ്ലൈയുമാണ് ഇതിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. ആ പ്രൈസിന്റെ 5 ടൈംസ് ആണ് നമുക്ക് ടോവയിൽ വന്നിട്ട്. ടോവയിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോവ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടും രണ്ട് സിസ്റ്റമാണ്. അതെ ഓക്കെ ടെത്രോഷൻ എന്ന് പറയുന്ന ഒരു ബാങ്ക് പോലത്തെ ഒരു സിസ്റ്റമാണ്. ബാങ്കിൽ ഞാൻ FD ഇടുന്നു, ആ FD നമ്മൾ തിരിച്ചെടുക്കുന്നു. ബാങ്ക് തന്നെയാണ് നമുക്ക് ആ പണം തരുന്നത്. ഇനി അതേ ബാങ്ക് തന്നെ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യണം, അതിന് IPO എന്ന് നമ്മൾ പറയും. ആ IPO ഇഷ്യൂ ചെയ്തു. ഞാൻ ആ IPOന്റെ കാലഘട്ടത്തിൽ ഞാൻ വിലക്കുറവില് അല്ലെങ്കിൽ റേറ്റ് കുറവിൽ ഞാൻ IPO വാങ്ങിച്ചു, ഷെയറുകൾ വാങ്ങിച്ചു. ഞാനിപ്പോ ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ 1000 ഷെയർ വാങ്ങിച്ചു ഒരു പർട്ടിക്കുലർ ബാങ്കിന്റെ. അത് ലിസ്റ്റ് ആവുന്ന സമയത്ത് അത് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റ് ആവും. ആ മാർക്കറ്റ് പ്ലേസിന്റെ പേരാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലാണെങ്കിൽ. പല കൺട്രിയിലും പല പേരിലാണ്. അമേരിക്കയിലാണെങ്കിൽ നാസ്ഡാക്ക് ഉണ്ട്, NYSE ഉണ്ട്. അപ്പൊ ഈ പറയുന്ന മാർക്കറ്റ് പ്ലേസിലേക്ക് ആ പറയുന്ന ഷെയർ ലിസ്റ്റ് ആവുകയാണ്. അവിടെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. ആക്ച്വലി ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഈ IPOയിൽ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ബാങ്കിന്റെ, ഇതേ ബാങ്കിന്റെ ഷെയർ എനിക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഞാൻ മാർക്കറ്റ് പ്ലേസിൽ എനിക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. തിരിച്ചെനിക്ക് ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മളൊരു സെൽ ഓർഡർ ആണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ബാങ്കിന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്ന പരിപാടിയില്ല. ഓക്കെ, നിങ്ങളുടെ ഷെയർ തിരിച്ചു വാങ്ങിക്കുന്ന ഒരു സിസ്റ്റവും ഇല്ല അവിടെ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ ഏതൊരു മാർക്കറ്റിലും നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൽ ഓർഡർ ഇടുന്നു. ഈ ബാങ്കിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ആ ബാങ്കിൽ നമ്മൾ ഷെയർ വാങ്ങിച്ചാൽ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും, ആ ഗ്രോത്ത് കൊണ്ട് എനിക്കൊരു ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഞാൻ ആ ഷെയർ വാങ്ങിക്കുകയാണ്. അപ്പൊ ഞാൻ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് എന്റെ ഫണ്ട് പോകുന്നത് ഒരു 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 കോമൺ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോയിട്ട് ആ കോമൺ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ആരാണോ സെല് ചെയ്തത് ആ വ്യക്തിയിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അത് ഇന്നേ വരെ വന്നിട്ടുള്ള ഏത് ഷെയറും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 രീതിയിലുള്ള സിസ്റ്റങ്ങളാണ് നമുക്ക് ഇതിലുള്ളത്, ഈ പ്രോജക്റ്റിലുള്ളത്. ടെത്രോഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണ്. ആ ബാങ്കിലുള്ള ഫണ്ട് ഒരിക്കലും ഇപ്പുറത്തേക്ക് വരുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ബയർ തന്നെയാണ് ആ പറയുന്ന യൂണിറ്റ് വിൽക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് വാങ്ങിക്കേണ്ടത്. അപ്പൊ ബയേഴ്സ് വരണം. ബയേഴ്സ് എങ്ങനെ വരും? ബയേഴ്സ് വരണതിന്റെ കാരണം എന്താണ്? കാരണം ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, ഒരിക്കലും താഴെ പോവില്ല എന്ന് പറയുന്ന ഒരു ഉഡാ ടെക്നോളജി, ഉഡാ സിസ്റ്റം ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വേറെ ഒരു കമ്പനിയിലോ ഒരു പ്രോജക്റ്റിലോ, ലോകത്ത് എത്ര വലിയ പ്രോജക്റ്റ് ആയാലും ശരി, നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം, ഇങ്ങനൊരു സിസ്റ്റത്തിൽ ആരും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഞാൻ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്, 23 കൊല്ലമായിട്ട് ബാങ്കിങ് ഫിനാൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. ട്രഡീഷണൽ മാർക്കറ്റ് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. കാരണം ഒരാള് വർഷങ്ങളായിട്ട് ഏൺ ചെയ്യുന്ന പണം ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്നത് മാക്സിമം 7%, 8%. അത് വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ വർഷവും അതിന്റെ പെർസെൻറ്റേജ് കുറയാണ് ചെയ്യുന്നത്, കൂടുകയല്ല ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ 12, 13, 14, 15% ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അച്ഛനൊക്കെ FD ഇടുന്ന സമയത്തൊക്കെ ഉള്ള പെർസെൻറ്റേജ് അതൊക്കെയാണ്. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് നമുക്ക് 6.25, 7%, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഒരു 0.5% കൂടുതൽ കിട്ടും. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും നമുക്ക് ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബാങ്ക് FD തന്നെയല്ലേ ഇടുന്നത്. അതിന് കാരണം എന്താണ്?
ജസ്റ്റ് ബിക്കോസ് അത് സേഫ്റ്റിയാണ്, സേഫ്റ്റി. അതിന്റെ അതെ പ്രതി ഒന്നുമില്ല. അവിടെ അതെ റിട്ടേൺസ് അല്ല പ്രധാനം, അവിടെ സേഫ്റ്റിയാണ് പ്രധാനം. അതെ മനസ്സിലായില്ലേ? കുറഞ്ഞാലും പ്രശ്നമില്ലല്ലോ, എനിക്ക് സേഫ് ആണല്ലോ, എന്റെ പണം പോവില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. ബാങ്ക് പോലും തകർന്നു പോയിട്ടുള്ള പല രാജ്യങ്ങളുണ്ട്. അതെ ബട്ട് ഇന്ത്യയിൽ തകർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. 99.99% ഇല്ല. പോയിട്ടുള്ള ബാങ്കുകൾ വേറെ ഉണ്ട്, അത് വേറെ കണക്കാണ്. ഓക്കെ, നൗ ഒരു ഷെയർ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഷെയർ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ? ഒരു കോമൺ മാൻ എന്താണ് ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ? റിസ്കിയാണ്, ഫ്ലക്ച്വേറ്റിംഗ് ആണ് ആക്ച്വലി. ഫ്ലക്ച്വേഷൻ ഉണ്ട്, റിസ്കിയാണ്, പണം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെറും നിസ്സാര പെർസെന്റേജ് ആൾക്കാർ മാത്രമാണ് ഈ ട്രേഡിംഗ് മേഖലയിലേക്ക് വന്നിട്ടുള്ളൂ. അതെ അതെ ബാക്കി ഒരു 10% വിചാരിച്ചു, 10% ആൾക്കാരായിരിക്കും ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലത്തെ റിസ്കി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ടുണ്ടാവുക. അവിടെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അതെ. പണം പോകാനുള്ള ചാൻസ് 100% ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഒരു മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഹർഷത് മേത്തയെ പോലെയുള്ള ആൾക്കാർ, വലിയ ആൾക്കാർ വന്നിട്ട് കളിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിനെ കൊളാപ്സ് ചെയ്ത് കളയാം. അപ്പൊ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു മാർക്കറ്റിനെ കൊളാപ്സ് ചെയ്ത് കളയാം. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ റെഗുലേഷനിൽ ഉള്ളതാണെങ്കിലും ഏത് രാജ്യത്തിന്റെ റെഗുലേഷനിൽ ഉള്ളതാണെങ്കിലും നശിപ്പിച്ചു കളയാൻ പറ്റും. അത് നമ്മൾ ക്രിപ്റ്റോ കറൻസി മേഖലയിലും നമ്മൾ കാണുന്നുണ്ട്. പല സമയത്തും നമുക്ക് ഇങ്ങനെ മൂവ്മെന്റ്, ഇങ്ങനെ അപ്വേർഡ് മൂവ്മെന്റ് വന്നിട്ട് പെട്ടെന്ന് ഒരു ക്രാഷ് നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ വുഡ സിസ്റ്റത്തിൽ ഇല്ല. നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, എത്ര വലിയ ആൾ വന്നാലും ശരി, നമുക്ക് ഇതിന്റെ പ്രൈസ് ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഡിപ്പില്ല ഇതിനകത്ത്. അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർക്ക് അഷ്വറൻസ് എന്താണ്? ഇവിടെ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ഒരു കൊല്ലം കൊണ്ട് 5 ഇരട്ടിയോ 10 ഇരട്ടിയോ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ടെത്രോഷൻ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ടെത്രോഷനെ മാറ്റി വെച്ചോ, ടെത്രോഷൻ സിസ്റ്റവും ടോവ സിസ്റ്റവും രണ്ടാണ്. അത് രണ്ടും തമ്മിലുള്ള ആകെയുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആ റേറ്റുകളുടെ 5 ഇരട്ടി മാത്രമാണ്. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവിടെയുള്ള ഫണ്ട് ഇവിടെ കൊടുക്കുന്നില്ല. ഓക്കെ, അവിടെയുള്ള ഫണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടി സ്പൈസിയാണ് കാര്യങ്ങൾ. നമുക്ക് ഇത്തിരി എരിവും പുളിയൊക്കെ വേണം, ഇത്തിരി സ്പീഡ് ആവണം, എനിക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ക്വിക്ക് മണി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സിസ്റ്റം, ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് മാർക്കറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് സംഭവിക്കുന്ന എന്താണ്? ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഫ്രഷ് ആയിട്ടുള്ള യൂണിറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ICO എന്ന് പറയും. ഈ ICOയിൽ നിന്ന് വാങ്ങി ഇത്ര ദിവസം നമ്മൾ ഒരു ലോക്ക് ഇൻ പീരീഡ് വെക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർഫ്ലോ ഉണ്ടാവാണ്ടിരിക്കാനാണ്, അല്ലെങ്കിൽ ഓവറായിട്ട് മാർക്കറ്റ് പ്ലേസിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മൾ ഇവിടെ ഒരു ലോക്ക് ഇൻ പീരീഡ് ആയിട്ടുള്ള ഒരു 14 ദിവസം വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ 20 ദിവസം. ഞങ്ങൾ നേരത്തെ 20 ദിവസമായിരുന്നു. 20 ദിവസം കുറച്ച് നമ്മൾ 5 ദിവസം ആക്കി നോക്കി. അപ്പൊ 5 ദിവസം നോക്കുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും തിരിച്ച് 14 ദിവസത്തേക്ക് പോയി. ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, 14 ദിവസം കൊണ്ട് 30% കിട്ടുന്ന ഒരു സിസ്റ്റം അല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് 14 ദിവസം കൊണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് 20 ദിവസം കൊണ്ട്, 20 ദിവസത്തെ ലോക്കിൻ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് 30% എടുക്കാന്നാണ് ഞങ്ങൾ തുടങ്ങുമ്പോൾ പറഞ്ഞത്. അതുപോലത്തെ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ആ ഗ്രോത്തിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇത് പോയത്. ഭയങ്കര ഹെവി ആയിട്ടാണ് കയറിപ്പോയത്. അപ്പൊ അത്രയും ഇതിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആ ഒരു പ്ലാനിങ് 1:3 എന്ന് പറയുന്ന റേഷ്യോയിലൊക്കെ ചെയ്യണം എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായാലും അതിൽ ഒരുപാട് ഡിസ്റ്റർബൻസുകളും ഒരുപാട് മാനിപ്പുലേഷനും ഉണ്ടായിരുന്നു. അത് ഏത് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണെങ്കിലും ശരി, അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കുമ്പോ എന്റെ അക്കൗണ്ട് കാലി അടിച്ചിരിക്കുന്നുണ്ടാവും. മനസ്സിലാവുണ്ടോ? പക്ഷെ അങ്ങനെ ഒരു വിഷയം ഇവിടെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓവറായിട്ട് ഒരുപാട് ഐഡിയകൾ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലാണ് നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ പലതരത്തിലും അജി സാർ പറയണ മാതിരി കുറെ ലോജിക്കൽ ലോക്കുകൾ ഉണ്ട്. ഇതിനൊക്കെ ഒരു ലോജിക് ഉണ്ട്.
വെറുതെ എന്തെങ്കിലും രീതിയിലല്ല നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഓരോ ലോജിക്കൽ ലോക്കുകളും നമുക്ക് അനിവാര്യമാണ്. ഈ സിസ്റ്റത്തിനെ കൺട്രോൾഡ് ആയിട്ട് മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വളരെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തിനെ. കാരണം ആൾക്കാർക്കറിയാം ഇത് ഇത്രയും ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ ലുക്രേറ്റീവ് സിസ്റ്റത്തിൽ ചറപറ എന്ന് പറഞ്ഞിട്ട് എന്റെ കഴിഞ്ഞ ഇതിനു മുന്നേ നടന്നിട്ടുള്ള നഷ്ടങ്ങൾ മുഴുവൻ പെട്ടെന്ന് നികത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സിസ്റ്റം ഉപകരിക്കും എന്നുള്ളൊരു ഒരു ധാരണയിലാണ് ഒരുപാട് ആൾക്കാര് ഈ പറയുന്ന അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കും. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. പക്ഷേ നമുക്ക് ഈ സിസ്റ്റം മര്യാദയ്ക്ക് പോകണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് മിന്നിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് എല്ലാവർക്കും കോവിഡ് ദേശവാസിയോ ഇന്ന് രാത്രി 12 മണി മുതൽ ലോക്ക്ഡൌൺ. അതിന്റെ ഒരാഴ്ച മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് 45 ലക്ഷം മുടക്കി ഒരു ഷോപ്പ് എടുത്ത് ആ ഷോപ്പൊക്കെ റിനോവേറ്റ് ചെയ്ത് ഒരു ഹോട്ടലിൽ തുടങ്ങാണ്. അതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാം സെറ്റായി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങാന്നുള്ള പ്ലാനിൽ വന്നപ്പോണ്ട് മേരെ പ്യാരെ ദേശവാസിയും ലോക്ക്ഡൌൺ തകർന്നുപോയി. ചിന്തിക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എന്തിപ്പോ സംഭവിച്ചതെന്നുള്ള ഒരു രീതിയിൽ പോയി. അപ്പൊ ഒരു പ്രോബ്ലം, ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രോബ്ലം അവിടെ വന്നു, ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു പാൻഡമിക് വന്നു. അതുവരേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കി. അത് ജീവനിലും നഷ്ടമുണ്ടായി, പണത്തിലും നഷ്ടമുണ്ടായി, പലതരത്തിലുള്ള ബിസിനസ്സുകളും തകർന്നു പോയി. എൻ്റെ ഒരു കസിന് ഒരു 1.5 കോടി രൂപ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടന്നു. ഈ രോഗം എന്ന് പറയണതിന് ഇങ്ങനെ ഒരു രോഗം ഇന്നേ വരെ ഭൂമിയിൽ ഇല്ല. ആ രോഗം വന്നതിന് ശേഷമാണ് അതിനൊരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഈ സിസ്റ്റം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് നമ്മളും ഒരു വാക്സിൻ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കുന്നു, നമ്മൾ അതിനെ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഇതിനകത്ത് ഈ ഡിസ്ട്രപ്ഷൻ നടക്കാണ്ടിരിക്കാനായിട്ട് പലതരത്തിലുള്ള ലോക്കുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. കാരണം എന്ത് ചെയ്താലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസിൽ ലാവിഷായിട്ട്, ടോവയില് ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ടോവയില് ലാവിഷായിട്ട് മൾട്ടിപ്പിൾ ഐഡികൾ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ആ ഒരു ഗോൾഡൻ ലോക്ക് ചെയ്യേണ്ടി വന്നു. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. ഇനി ഒരു ഓപ്ഷൻ എന്താണ്? 1:3 എന്ന് പറയുന്ന അനുപാതത്തിൽ മാത്രമേ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഇത് പോകുള്ളൂ. അതല്ലാതെ ഒരു വ്യക്തിക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് മാർക്കറ്റ് പ്ലേസിലോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ടോവയിലേക്കോ നിക്ഷേപിക്കാൻ സാധിക്കില്ല. അത് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ തകർന്നു പോയ സിറ്റുവേഷൻ. കാരണം ഇവിടെ ഇതിലുള്ള മൊത്തം മെമ്പേഴ്സ്, ഈ കമ്മ്യൂണിറ്റിയിലുള്ള മൊത്തം മെമ്പേഴ്സും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പണം വേറെ വ്യക്തികളുടെ കയ്യിലേക്കാണ് പോയേക്കുന്നത്. മനസ്സിലായോ? 40 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്, 40 കോടിയുടെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത്രയും തന്നെ ബയേഴ്സും ഉണ്ട്, അത്രയും തന്നെ സെല്ലിങ്ങും ഇതുണ്ട്. സെല്ലിംഗ് വോളിയും ബൈയിങ് വോളിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും, അല്ലേ? അപ്പൊ ഒരു വിഭാഗം സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വിഭാഗം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സിസ്റ്റത്തിന് കിട്ടുന്ന എന്തെന്നാ ഫീസാണ്. 1%, 3% ഫീസാണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തിട്ട് 4% സെല്ലിംഗ് ഫീസ് മാത്രം ആക്കിയത്. അപ്പൊ ടൈം ടു ടൈം നമുക്ക് ഇതുപോലത്തെ ഓരോരോ വാക്സിൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ബേസിക് ഞങ്ങളുടെ ഉദ്ദേശം, നമ്മളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉദ്ദേശം ഇത് ഒരിക്കലും നശിക്കാത്ത ഒരു സിസ്റ്റമായിട്ട് പോകണം. അത് സ്ലോ ആയാലും ശരി, ഫാസ്റ്റ് ആയാലും ശരി, അതിൽ കോംപ്രമൈസ് ഇല്ല. ഇന്നേ വരെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ല, ഇനി വരൂല എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. കാരണം വരുന്നത് മുഴുവൻ ഒരു ഗ്രീഡി ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് വരുന്നത്. നമുക്ക് പണം അടിച്ചുകൊണ്ട് നമ്മളിവിടെയും പോവില്ല, നമ്മളിവിടെ ഉണ്ട്, ഞങ്ങൾ
ഇത് ഞങ്ങളുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഇറങ്ങിയിട്ടുള്ളത്. അതെ. പലരും പറയുന്നത് ഇത് അമേരിക്കയിൽ നിന്നാണ്, ഉഗാണ്ടയിൽ നിന്നാണ്, UK നിന്നാണ്, സിംഗപ്പൂരിൽ നിന്നാണ്, തായ്ലൻഡാണ്, മലേഷ്യയാണ്, ജപ്പാനാണ്, കൊറിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതെ. നമ്മൾ നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ്. നമ്മൾ അത്രയ്ക്കധികം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഒരു 2-3 കൊല്ലത്തിന്റെ എക്സ്പീരിയൻസ് ഒന്നല്ല, 10 കൊല്ലത്തിന് മേലെ ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം പലരും ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു മെന്റാലിറ്റിയിലാണ് വന്നേക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ്. ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ഇതിലേക്ക് കടന്നു വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 30% കിട്ടും. നമ്മൾ ഒരിക്കലും 14% അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട് 30% കിട്ടുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളൊരു 14 ദിവസത്തിന്റെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ആ ലോക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ആ വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 30% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. 30% ഗ്രോത്ത് ഉണ്ടെങ്കിൽ വിൽക്കാം. ചിലപ്പോ ചില നേരത്ത് ഇത്ര സ്പീഡിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ 5 ദിവസം കൊണ്ട് 30% ആയിട്ടുണ്ടാവും. പക്ഷേ 14 ദിവസത്തെ ലോക്ക് ഉണ്ടാവും. ലോക്ക് എന്തിനാണ്? നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഓവർ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഇല്ലാതിരിക്കാനാണ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു ഐഡിയയിൽ വന്നാൽ പോലും ഇത് എങ്ങനെയൊക്കെ നമ്മളെ സ്ക്രൂ ചെയ്യാൻ പറ്റുമോ ആ ലെവലിലാണ് നമുക്ക് ചിന്തിക്കുക. ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ പെർ ഇൻഡിവിജ്വൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ടോട്ടൽ 9000 ഓഡ് ഐഡികളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടെത്രോഷനിൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. പക്ഷെ ടോവയിൽ വന്നിട്ടുള്ള ഐഡികൾ 6800 ഐഡികളുള്ളൂ. 6800 വാലറ്റുകളാണ് ടോവയിൽ വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ ഐഡികൾ ഉള്ളവരാണ്. നമ്മൾ 2 ID ഒരാൾക്ക് ഉണ്ടെങ്കിൽ 6800 എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി എത്ര? 3400. 3400 വ്യക്തികൾ മാത്രമേ, അത്രയാവാൻ ചാൻസ് ഇല്ല, അതിലും കുറവായിരിക്കുള്ളൂ. കാരണം അതിലും കൂടുതൽ 20-25 ഐഡികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. കാശുള്ളവർക്ക് അങ്ങനെയാണല്ലോ, എന്ത് വേണമെങ്കിൽ ആവാലോ. നമ്മളാണെങ്കിൽ കഷ്ടകാലത്തിന് അത് അലൗ ചെയ്തു. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് വരും എന്നുള്ളത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുന്നതിനുള്ള എൻ്റെ ഒരു ത്രില്ലിലായിരുന്നു. പക്ഷെ ടൈം ടു ടൈം നമ്മൾ അതിനുള്ള വാക്സിൻ കൊടുത്തു, നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തു. ഇപ്പൊ സിസ്റ്റം പെർഫെക്റ്റ് ആണ്. ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് മേ ബി സ്ലോ ആയിരിക്കാം, നോ പ്രോബ്ലം. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ 30% താഴേക്ക് ഇനി പോകുന്നില്ല. അത് നിങ്ങൾക്ക് ഷുവർ ആണ്. മേ ബി കുറച്ചും കൂടി ടൈം എടുക്കും. നമുക്കൊരു 30% ഒരു ബാങ്കിൽ കിട്ടണമെങ്കിൽ 5 വർഷമാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റിന് 30% കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 5 years. ഇവിടെ 14 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ മാർക്കറ്റ് പ്ലേസിൽ സെൽ ഓർഡർ ഇട്ടിട്ട് 5 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 15 ദിവസം കഴിഞ്ഞു എന്നാണ് പറയണത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാം ആണ്. കമ്മ്യൂണിറ്റിയാണ് അതിന്റെ മെയിൻ. കമ്മ്യൂണിറ്റിയിൽ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂപ്പർ സ്മൂത്തിൽ പോകും. നമ്മൾ 1:3 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ടോവയിൽ ഒരു സെയിൽ ഒരു ബൈ നടന്നാൽ 3 ബൈ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നടന്നാൽ ടോവയിൽ നിന്നുള്ള സെൽ അവിടെ വരുമ്പോൾ അത് വാങ്ങിക്കാൻ 3 പേരുണ്ടാവണം. ഓരോ സെൽ ഓർഡറിനും 3 times ആൾക്കാരുണ്ടാവണം എന്നുള്ള കാൽക്കുലേഷനിലാണ് നമ്മൾ 1:3 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷൻ നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ ചെയ്യുന്നത് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഓരോ ചെക്ക് പോയിന്റുകൾ വരും. ഒരു 6 lane ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഹൈവേയില് ഒരു ടാങ്കർ ലോറിയുടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ധൃതിയിൽ പോണ ഒരു വ്യക്തിയാണെങ്കിൽ, എത്ര എമർജൻസിയിൽ പോണ വ്യക്തിയാണെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, അത് കടന്നു പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ഡേഞ്ചർ നടന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ
പതുക്കെ 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 അവര് മണിക്കൂറുകൾ കൊണ്ട് അവിടുന്ന് ആ സിറ്റുവേഷനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് എല്ലാവർക്കും കടന്നു പോകാൻ പറ്റുള്ളൂ. അതുവരേക്കും ഒരു ഹ്യൂജ് റെഡ് ബ്ലോക്ക് ഉണ്ടാവും. ഗൂഗിൾ മാപ്പിൽ നമ്മൾ കാണാറില്ലേ റെഡ് ഇത്, അതുപോലത്തെ ഒരു റെഡ് സിറ്റുവേഷൻ ആണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. ബട്ട് അത് ഇതിന്റെ അവസാനമല്ല. ഈ പ്രോജക്റ്റിന്റെ അവസാനമൊന്നുമല്ല ഒന്നും. ഇത് 1-2 മാസം എടുത്താലും ഒരു വിഷയമില്ല, പണം പോവില്ല എന്നുള്ളത് ഉറച്ച കാര്യമാണ്. മനസ്സിലായില്ലേ? സ്ലോ ആവില്ല. നമുക്ക് ഇവരെ ഇതുപോലത്തെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോ. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കോടിക്കണക്കിന് ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് തിരിച്ചു വന്നുണ്ടോ? ഇല്ല. നോ. നമ്മുടെ ഈ പ്രോജക്റ്റില് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഈ സിസ്റ്റം മുന്നോട്ട് പോയാൽ ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ഇന്ന് ചിലപ്പോൾ 30 എൻട്രി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, നാളെ ചിലപ്പോൾ 50 ഉണ്ടാവും. ഇത് വീണ്ടും 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 ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇനിയും വരും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, സിസ്റ്റം മനസ്സിലാക്കി വരുന്ന ഒരു കമ്മ്യൂണിറ്റി. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദൂരത്തിലല്ല. കാരണം ഇതുപോലത്തെ ഒരു സിസ്റ്റം ഓൾ ഇന്ത്യ ബേസിൽ ഒരു ഭൂചലനം നടത്തി കളഞ്ഞു ഈ നിസ്സാര നേരം കൊണ്ട്. നമ്മളിപ്പോ 85-86 ദിവസമായിട്ടുള്ളൂ, 90 ദിവസമായിട്ടില്ല, 3 മാസമായിട്ടില്ല. ഈ സമയം കൊണ്ട് നമ്മൾ ഭീകരമായിട്ടുള്ള ഒരു ഭൂചലനം നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫക്ട് നമുക്ക് എല്ലായിടത്തും അത്രയും റെസ്പോൺസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. 28-ാം തീയതി ഞങ്ങൾ ഡൽഹിയിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 10-30 ലീഡേഴ്സ്, നോർത്ത് ഇന്ത്യൻ ലീഡേഴ്സ് പല സ്ഥലങ്ങളിൽ നിന്ന്, കൽക്കട്ട, ത്രിപുര, രാജസ്ഥാൻ, ഗുജറാത്ത്, ബോംബെ, പഞ്ചാബ്, ഹരിയാന, ഇവിടെ നിന്നൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും റിക്വസ്റ്റ്, സാർ ഈ സിസ്റ്റം നിലനിർത്തണം. ഇതുപോലൊരു സിസ്റ്റം വേറെ ഇല്ല. കാരണം പല തരത്തിലുള്ള പ്രോജക്റ്റിൽ പണം പോയി നാണം കെട്ടും. ഇനി നാണം കെടാനില്ല. കുടുംബം വരെ കുളം തോട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. പലതരം പ്രോജക്റ്റിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് പണം പോയി. എന്റെ ഒരു അഡ്വൈസ്, എന്തൊരു പ്രോജക്റ്റ് ആണ് ഇനിയും ഇത് കഴിഞ്ഞാലും ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും താല്പര്യമുള്ള ആൾക്കാരാ. ഇനിയും ഒരു പ്രോജക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ പ്രോജക്റ്റിൽ പണം പോവും എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും പണം നിക്ഷേപിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കിയിരിക്കണം ആ പ്രോജക്റ്റ് എന്താണെന്നുള്ളത്. അത് വളരെ അത്യാവശ്യമാണ്. ഈ വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു, അയാൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞു തന്നത് എന്നല്ല. മനസ്സിലാവുണ്ടോ? ഏതൊരു ഇതിലും നമ്മൾ ഫിനാൻഷ്യൽ ഫീൽഡിൽ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയർ ഷുഡ് ബിവെയർ എന്ന് പറയും. ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയും. അങ്ങനെ ഒരു വാക്കുണ്ട്. വാങ്ങുന്നവൻ ശ്രദ്ധിച്ചോളണം. കേട്ടിട്ടുണ്ടോ അങ്ങനെ വാക്ക്? നമ്മള് ഇൻഷുറൻസിലൊക്കെ ഉള്ളപ്പോ ഇൻഷുറൻസിൽ പറയുന്ന ഒരു മെയിൻ വാക്കാണത്. വാങ്ങുന്ന വ്യക്തിയാണ് ശ്രദ്ധിക്കേണ്ടത്. വിൽക്കുന്നവൻ അവൻ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയും. പക്ഷെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പണം ആരുടെയാണ്? നിങ്ങളുടെയാണ്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചു വേണം. നമ്മളിത് അത്രയും 100% ആത്മാർത്ഥതയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരാളെ തട്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത് എന്തൊക്കെയാണെങ്കിലും നമ്മള് ഇതിന്റെ ഒരു അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ദുബായ് ബേസ് ചെയ്തിട്ട് ദുബായില് അല്ലെങ്കിൽ UAE നമുക്ക് വെർച്വൽ അസറ്റ് റെഗുലേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റ് വിങ് ഉണ്ട്. കാരണം അവർ ക്രിപ്റ്റോ കറൻസിനെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞ് നമുക്ക് അതിന്റെ ഒരു ലൈസൻസിങ് കൂടി കിട്ടിയാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അതെല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ പലരോടും അവിടെയുള്ളവരോടും പറഞ്ഞു, ഇങ്ങനൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
പിന്നെ പറയണ്ട, വേറൊരു ലെവലിലായിരിക്കും നിങ്ങളുള്ളത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങി. ഓക്കെ ഓക്കെ. കുറച്ച് പ്രൊസീജിയർ ഉണ്ട്, അത് 1-2 മാസത്തെ പ്രൊസീജിയർ ഉണ്ട് അത്. ബട്ട് എനിവേ നമുക്ക് നമുക്കൊരു ഫ്യൂച്ചർ വിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അതെ നമുക്ക് ഇതൊരു നല്ലൊരു സ്റ്റേബിൾ പൊസിഷനിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു പ്രോജക്റ്റിലേക്ക് നമുക്ക് വരാം. അതെ. എല്ലാം ഈ പറയുന്ന ഉഡ ടെക്നോളജി അല്ലെങ്കിൽ ഉഡ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും എന്റെ ബേസ് മാസ്റ്റർ പ്ലാൻ. ഓക്കെ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതിലിപ്പോ സാർ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ആക്ച്വലി നിലവിലുള്ള ഈ മൂവ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മളെ കമ്മ്യൂണിറ്റി വിചാരിച്ച് തന്നെ ആക്ച്വലി മൂവ് ചെയ്യിക്കാൻ കഴിയും. അത് നമ്മൾ സെല് ചെയ്ത് ക്ലെയിം ചെയ്യുന്ന ആളെ തന്നെ ബൈ ചെയ്താൽ, എല്ലാവരും ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് അത് മൂവ് ചെയ്യും, പഴയ പോലെ റണ്ണിലേക്ക് വരും. അതെ 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 അതെ. പക്ഷെ അപ്പൊ എല്ലാവരും പാനിക് ആയിരിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ തന്നെ ഓവർകം ചെയ്യാം, നമുക്ക് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. ഈ പാനിക് ഇതിലെ എക്സ്പീരിയൻസിലല്ല, ഇതിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസിലാണ്. എന്തെങ്കിലും അതെ. സിസ്റ്റം അപ്ഡേഷനിൽ പോയാലും എന്തെങ്കിലും സിസ്റ്റം സ്ലോ ആയാലും അതോടെ കഴിഞ്ഞു എന്ന് വിധി എഴുതുന്നവരാണ് ഇവിടെ 90% കാശ് പോയിട്ടുള്ള അതെ ആൾക്കാർ. അതെ അതെ ഇവരൊക്കെ കാശ് അതെന്താ? പോയിട്ടുള്ളൂ കേട്ടോ. ഈ കാശ് ഉണ്ടാക്കിയിട്ടുള്ള അതെ ആൾക്കാരല്ലേ ഈ പറയണേ. അതെ അതെ കാശ് പോകുന്നവര് മുഴുവൻ അത് പറയുന്ന ഏക ഡയലോഗ് അതായിരിക്കും. അതെ. അത് മെയിൻ ആയിട്ടുള്ള എന്താ വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഇപ്പൊ എന്താണ് ഒരു മാസത്തിൽ 30 കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു വന്ന ആളുകള് ആഴ്ച കൊണ്ട് 30 കിട്ടി. അത് ശീലായി, അത് സ്പീഡപ്പ് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റെക്ക് ആയപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് ആക്ച്വലി. അതെ അതെ അതെ. നെക്സ്റ്റ് ടൈം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ അഡ്വൈസ്, എപ്പോഴും ഏത് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്താലും പ്രോഫിറ്റ് പോർഷൻ മാറ്റി വെക്കുക. അതെ അതെ അതെ. കിട്ടുന്നത് മുഴുവൻ റീഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അതെ. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള 10-15 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോഫിറ്റ് വരും, പ്രോഫിറ്റ് വീണ്ടും നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യും. നോ, ഡോണ്ട് ഡു ദാറ്റ്. പ്രോഫിറ്റ് മാറ്റി വയ്ക്കും. എപ്പോഴും പ്രോഫിറ്റ് മാറ്റി വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ മാത്രം വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ പുറത്ത് വന്നു എന്ന് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ്. ഇനി പ്രശ്നമില്ല, ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് വിഷയമല്ല. ആദ്യം ചെയ്യേണ്ട, ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ഒരിക്കലും കിട്ടിയത് മുഴുവൻ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് തെറ്റാണ്. നമ്മൾ ഇപ്പോഴത്തെ സമയത്തൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കാനുള്ളത്. അല്ലാത്ത സമയത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും മൈൻഡ് ചെയ്യൂല. സൈക്കോളജിക്കലി അങ്ങനെയാണ്. ഓക്കെ സാർ, ഞാൻ നേരത്തെ പറഞ്ഞ സജസ്റ്റ് സാറേ, അങ്ങനത്തെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ സാർ അത് ഒറ്റയടിക്ക് ബൾക്കായിട്ട് ചെയ്യാതെ ഒരു ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ടോട്ടൽ വോളിയൂമിന്റെ നമുക്കൊരു പെർസെന്റേജ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പെർസെന്റേജ് മാറ്റിവെച്ച പെർസെന്റേജില് ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട്, ഓൾമോസ്റ്റ് $4 ലക്ഷം ഞങ്ങൾ ഇതിൽ നിന്ന് റീബൈ ചെയ്ത് കഴിഞ്ഞു. അത് തുടക്കം മുതൽ ആദ്യത്തെ മാസം മുതൽ ഇതുവരേക്ക് ഞങ്ങൾ റീബൈ ചെയ്തിട്ടുള്ള ഇന്ന് വരെ ഞാൻ $4000 വാങ്ങിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങളത് കണ്ടിന്യൂസ്ലി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചില നേരത്ത് ഇത്തിരി അങ്ങനത്തെ രീതിയിൽ വരുമ്പോൾ ഞങ്ങൾ ഹ്യൂജ് എമൗണ്ടിന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ $20,000-30,000 വെച്ചിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി നമ്മൾ കുറച്ചിട്ടുണ്ട്. ഈ പണം ആർക്കാ പോയത്? ഈ പണം ഇതിലുള്ള മെമ്പേഴ്സിന് തന്നെയാണ് പോകുന്നത്, വേറെ പുറത്താർക്കും പോകില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിനെ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം പോലെ കാണാം. കാരണം ഇതിന്റെ നെഗറ്റീവ് കണ്ടിട്ട് കാര്യമില്ല. ഇതൊരു ഉഡായിപ്പ് സിസ്റ്റം അല്ല, ഒരിക്കലും ഉഡായിപ്പ് ആവാനുള്ള തീരുമാനവും ഇല്ല. അത് നമ്മൾ 100% നമ്മൾ ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും നാട്ടുകാരുടെ പൈസ കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് പോവുകയാണെങ്കിൽ ഞാനിത് അമേരിക്ക എന്നുള്ള കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തേനെ. നമ്മുടെ എന്ന് പറയില്ല. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഇവിടെ മാർക്കറ്റ് ചെയ്യുന്ന പല കമ്പനികളും അങ്ങനെയല്ലേ. എല്ലാവരും അമേരിക്കൻ കോൺസെപ്റ്റ്, UK കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്.
കാരണം ആ റെസ്പോൺസിബിലിറ്റി അവരുടെ തലയിൽ വെക്കാൻ അവർക്ക് തയ്യാറല്ല. നാളെ ഇൻ കേസ് ഫ്യൂച്ചറിൽ ആ കോൺസെപ്റ്റ് പൊളിഞ്ഞാലും അവരുടെ തലയിൽ വരരുത്. നമ്മളങ്ങനെയല്ല. നമ്മൾ അതിന്റെ 100% ഉത്തരവാദിത്തം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആണെന്ന് പറയണത്. നാളെ ഒരു നോബൽ പ്രൈസ് കിട്ടി നമ്മൾ ഏറ്റുവാങ്ങും. അത്ര തന്നെ ഉള്ളൂ. ആ ക്രെഡിറ്റ് ആർക്കും കൊടുക്കണ്ട. സത്തോഷി നാക്കമോട്ടോ എന്ന് പറയുന്നൊരു ആരാണെന്ന് ഒരാൾക്കും ഇതില്ല. പക്ഷെ അറിയില്ല. കോയിൻ എന്ന് പറയുന്ന ഈ മഹാസംഭവം, കാരണം എന്റെയൊക്കെ ഒരു ഫേവറേറ്റ് സംഭവമാണ് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം. നമ്മൾ അത്രയും പാഷനേറ്റ് ആണ് നമ്മൾ ബിറ്റ് കോയിനിലൊക്കെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ആ വ്യക്തിയിൽ നമ്മൾ വളരെ പാഷനേറ്റ് ആണ്. കാരണം അയാൾ കൊടുത്തിട്ടുള്ള ഒരു പാരലൽ ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് ഗ്ലോബലി. ഇതുവരെ ലോകത്ത് ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് കൊടുക്കുന്നത്. ഒരു ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഒരു കറൻസി സിസ്റ്റം. ലോകത്ത് ഒരേ ഒരു കറൻസി എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ട്രേഡിങ്ങിൽ മേളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു. ഒരുപാട് ആൾക്കാർക്ക് പണം നഷ്ടപ്പെടുന്നു. ഡേ ടു ഡേ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്രിപ്റ്റോ കറൻസി ട്രേഡിൽ മിനിമം ഒരു $150 മില്യൺ എങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എവറി 24 അവർ. അപ്പൊ അവിടെയും ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. ആ മൈനസ് പോയിന്റിനും കൂടി കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഊഡാ സിസ്റ്റം കൊടുക്കുന്നത്. ഇവിടെ റേറ്റ് താഴെ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ലേറ്റ് ആയാലും ഒരാൾക്കും പണവും നഷ്ടപ്പെടില്ല. എസ്പെഷ്യലി അത് 100% ഞാൻ പറയണെങ്കിൽ നമ്മുടെ ടെതർ ഓഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ടെതർ ഓഷനിലുള്ള വളരെ നിസ്സാര ആൾക്കാർ മാത്രമാണ് ഇതിലേക്ക് വന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. കാരണം ഞാൻ 2 കണ്ണിന്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന ആളാ. റെസ്റ്റിംഗിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് മരുന്ന് ഒഴിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മണി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് പേര് കൈവക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അരമണിക്കൂർ പോയി കിട്ടും. ബട്ട് എനിവേ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ റേസ് ചെയ്ത ഹാൻഡ്സ് ഒന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം. എന്തുകൊണ്ട് ഇത് ലേറ്റ് ആവുന്നു, എത്ര സമയം എടുക്കും എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. കാരണം നമ്മളെല്ലാവരും തന്നെയാണ് തീരുമാനിക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ ക്ലിയർ ആവണം എന്നുള്ളത്. കാരണം ഇത് കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്. മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ബയ്യറും സെല്ലിനും തമ്മിലുള്ള സ്പീഡിലാണ് ഇത് എപ്പോഴും വർക്ക് ചെയ്യുക. നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് ബിറ്റ് കോയിന്റെ മാർക്കറ്റിൽ ഹൈ വോളിയം ബൈയും ഹൈ വോളിയം സെയിലും ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങണും കൂടി ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു $50 $100 ഒക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്. അപ്പൊ അവിടെ വോളിയം വളരെ 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 ചെറിയ വോളിയമിലായിരിക്കും മൂവ് ചെയ്യുക. ചില ദിവസങ്ങളിൽ ഭയങ്കര ഹൈ വോളിയം ആയിരിക്കും. ഹൈ വോളിയം 2, 3, 4% ബിറ്റ് കോയിൻ കയറണ കാണാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റം. നമുക്ക് ഹൈ വോളിയൂമിൽ ഇന്നത്തെ ദിവസം $1 ലക്ഷം $2 ലക്ഷം ബിസിനസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ബൈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പടപടാന്ന് പറഞ്ഞിട്ട് കയറിപ്പോകും. ഇല്ലെങ്കിൽ ഇന്ന് 10,000 വന്നോളൂ, ശരി, അതിനനുസരിച്ചായിരിക്കും എന്റെ മൂവ്മെന്റ്. ഇത്രേ ഉള്ളൂ ഇവിടെ കാര്യം. ഓക്കെ, സജീർ അൺമ്യൂട്ട്. നമസ്കാരം. നമസ്കാരം. അതെ, കുറച്ച് അല്ല സാർ ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ടെതർ ഓഷനിലുള്ള ആളുകള് വളരെ കുറച്ചാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. നമ്മളിപ്പോ ടെതർ ഓഷന്റെ ഞാനിപ്പോ അല്പം മുമ്പ് ഒരു 9 മണി സമയത്ത് ടെതർ ഓഷന്റെ വിഡ്രോ ചെയ്തെടുത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ചതേ, അതിന്റെ വാല്യൂ ഞാൻ അതായത് $100 മേടിച്ചതായിരുന്നു സാറേ. എനിക്ക് അന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തില് മേടിക്കുമ്പോ 210 കോയിൻ കിട്ടി അന്നത്തെ വിലക്ക്. അന്ന് 17 രൂപയായിരുന്നു വില. അതിനിടയിൽ ഞാൻ ഒരിക്കൽ ഒരു $5 വിഡ്രോ ചെയ്തു, പിന്നെ ഒരു $20 വിഡ്രോ ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ വിഡ്രോ ചെയ്തത് $150. ഇതല്ലാണ്ട് വേറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ? പിന്നെ തീർച്ചയായും അത് നമ്മൾ ചെയ്തിട്ടുള്ളത് 4,500 ചെയ്തതിന്റെ വാല്യൂ ഒരു $12,000 ഏകദേശം എത്തിപ്പോയി.
അതായത് ഓ ഏകദേശം അത് ശരി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-13 ലക്ഷത്തോളം വാല്യൂ ആണ് ഉം. നമുക്ക് കിട്ടിയത് ഓക്കെ. കഴിഞ്ഞ മാസത്തെ കാൽക്കുലേഷനിൽ. അത് നമ്മൾ പിന്നെ ആ ലെവലിലൊക്കെ അത് കീപ്പ് ചെയ്തു. എനിക്ക് പറയാനുള്ളത് പക്ഷെ അതല്ല ഞാനിപ്പോ പറയണേ. അതായത് നമ്മുടെ പല ആളുകളും പ്ലാൻ അറിയാതെയാണ് ഇതിൽ വന്നിട്ട് ഇതിന് ഒരു മണി ചെയിൻ രൂപത്തിൽ നിങ്ങൾ ഇത്ര ഇട്ടോളൂ, അടുത്ത ആഴ്ച ഇത്ര മേടിച്ചു തരാം, അങ്ങനെ പറഞ്ഞിട്ട് കുറെ പേര് പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പനി സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു അനുപാതം മേടിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും 3 അനുപാതം മേടിക്കണം. അങ്ങനെ മേടിച്ചില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രൈസിന്റെ വേരിയേഷൻ ഇത് ചെയ്യുക, തിരിച്ച് വീണ്ടും സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് തന്നെ വരിക, അപ്പോ പ്രൈസും കാര്യങ്ങളും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോ കമ്പനി കറക്റ്റ് ചെയ്തു എന്ന് മാത്രം. പക്ഷെ പുതിയതായിട്ട് യാതൊരു അപ്ഡേഷനും കൊണ്ടുവന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതെ നമ്മളൊക്കെ ടീമിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത കാരണം നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം അതെ ഒരു അനുപാതം നമ്മൾ കീപ്പ് ചെയ്ത് പോയിരുന്നു. അതെ പല ആളുകളും എനിക്ക് പേഴ്സണലി അറിയാം. കാരണം ഐഡി വെക്കുന്നു, ഈ കമ്മീഷന് വേണ്ടിയിട്ട് എന്താ പറയാ ആൾക്കാരെ ചേർത്തി ഇത് മാർക്കറ്റ് പ്ലേസ് കൊണ്ട് വിറ്റു. അപ്പൊ അന്ന് നല്ല ഗ്രോത്ത് ആയിരുന്നല്ലോ. അപ്പൊ അതൊക്കെ അതെ അവർക്ക് പൈസ കിട്ടി. പക്ഷെ അവര് മാർക്കറ്റ് പ്ലേസ് നിന്ന് മേടിച്ചില്ല. ആ പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവിച്ചത്. അല്ലെങ്കിൽ ഇതില്ല, ഇതിലും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും നല്ല രീതിക്ക് ഗ്രോത്ത് പോയെന്നെ. അതെ ചില ആളുകൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചത്. പക്ഷെ എന്താ പറയാ ഇപ്പോഴുള്ള അനുപാതം അനുസരിച്ചിട്ട് ക്രമേണ അത് സ്പീഡ് ആവണതിനനുസരിച്ചിട്ട് ഇത് ഗ്രോത്ത് കൂടും. പിന്നെ പല ആളുകളുടെയും ധാരണ ഇത് കമ്പനി ഇത് പിടിച്ചു വെച്ചേക്കാണ്, പൈസ തരുന്നില്ല എന്നാണ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പർച്ചേസ് ചെയ്തു, നമ്മളുടെ ടൈം പീരീഡ് പൂർത്തിയാകുമ്പോൾ നമ്മൾ അത് സെല്ലിന് ഇടുന്നു. അത് വേറൊരു ബയർ മേടിക്കുമ്പോഴാണ് അത് നമുക്ക് ഫണ്ട് വരാൻ കാരണമാകുന്നത് എന്ന് ഞാൻ അതെ. ഓർമ്മപ്പെടുത്താണ്. പൊതുവായിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. അറിയാത്ത ആളുകൾ ഒരുപാടുണ്ട്. അതെ സാറേ, ഉം. നിർബന്ധമായും ഇവിടെ അവരോട്. ലിക്വിഡിറ്റി എന്ന് പറയുന്നതെന്നാണ് വന്നേന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അങ്ങനെയുണ്ട്. നമുക്കിത് പതുക്കെ പതുക്കെ നമുക്ക് തിരുത്തിക്കൊണ്ടുപോകാം. എന്തായാലും നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇല്ലില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഭാവിനെ കണ്ടിട്ടാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ആ സംശയമുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ടെതറോഷന്റെ $20 രജിസ്റ്റർ ചെയ്തിട്ടാണല്ലോ അവർ വന്നിട്ടുണ്ടാവുക. അതെ അതൊന്ന് വന്നു കഴിഞ്ഞാൽ $7 അന്ന് കിട്ടിയത് മിക്കവാറും അതൊരു 15 ആവാൻ എന്തായാലും ചാൻസ് ഉണ്ട്. ഉവ്വ. ഒരു പരിധി അതിലും വരെ കൂടുതലുണ്ട്. $20 ഒക്കെ ചെയ്തവർക്ക് $35 ആയ ഐഡിയകളുണ്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. $7 $54 ആയിട്ട് ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. മനസ്സിലായില്ലേ? ഈ $54 എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എത്ര ചെയ്തേക്കണേ? $20. അപ്പൊ $40 എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു $20 ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയും കൂടി എടുക്കാം. അങ്ങനെയല്ലേ പറ്റുള്ളൂ. നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലേ? സിസ്റ്റം അങ്ങനെ തന്നെയാണ്. നമുക്ക് കാര്യം മനസ്സിലായി. ടെതറോഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ യൂണിറ്റ് മുഴുവൻ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ ടോവേയിൽ അങ്ങനെയല്ല. ടോവേയിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും 130% അതിന്റെ മാക്സിമം. അതിലും കൂടുതൽ അതിന്റെ വില പോയിട്ടുണ്ടാവും. പോയത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 100-ന് വാങ്ങിച്ചത് 200 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 300 ആയിട്ടുണ്ടാവും, അതിലും കൂടുതലായിട്ടുണ്ടാവാം. പക്ഷേ 130 എടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനത്തെ ഒരു കട്ട് ഓഫിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഒരിക്കലും നമുക്ക് ഇനി ചേഞ്ച് ചെയ്യാനും പറ്റില്ല. കാരണം അതെല്ലാം ബ്ലോക്ക് ചെയിനിൽ റൈറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും ഇനി ഒരു ചേഞ്ച് ആക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. മനസ്സിലായി? പിന്നെ ഇപ്പൊ ഉള്ള ഇതില് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ബൈ ഓർഡേഴ്സ്, ഒരുപാട് ബൈ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് സെൽ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് റെസ്ട്രിക്ട് ചെയ്തു. നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. ഒരു ഐഡിയിൽ ഒരു സെൽ ഓർഡർ എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് മാക്സിമം ഉള്ളത് 6800 IDs ആണുള്ളത്. ഈ 6800 ഐഡിയും എമൗണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡമ്മി ഐഡികളൊക്കെ ഇഷ്ടം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളത് ഏകദേശം 4000 ഐഡികളാണുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് നമുക്ക് സെൽ ഓർഡേഴ്സ് വന്നിട്ടുള്ളത്. ക്ലിയർ ആയി പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നിസ്സാര നേരം കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. അല്ലാതെ എന്നാവും എന്നത്തേക്കാവും എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഇത് ആ ചോദിക്കുന്ന വ്യക്തി പോലും ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. അതിന് നമ്മളും അഡ്മിൻ സൈഡിൽ നിന്ന് നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയാണ്
ഈ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. അല്ലാണ്ട് 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 30% കിട്ടുമെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു PDF-ലും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. മാക്സിമം ഗ്രോത്ത് പെർ ട്രേഡ്, ഒരു വാങ്ങലിന് മാക്സിമം 30% ആണ്. ആ 30% 14 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ ആയിട്ടുണ്ടെങ്കിൽ ആ നേരത്ത് നിങ്ങൾ സെല്ല് കൊടുക്കുക. സെല്ല് കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ആ സെൽ ഓർഡർ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ 1 month ആണ്. ഞങ്ങളെ പണ്ടേ മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് 1 month ആണ്. ഓവറോൾ ഒരു 1 month കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ സ്ലോ ആണ്. കാരണം എല്ലാവരും ആ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറയാം? ധൈര്യമായിട്ട് പറയാം. ഈ സിസ്റ്റം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഈ സിസ്റ്റം ഓടി പോകുന്ന ഒരു സിസ്റ്റം അല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇതിനകത്ത് കിട്ടുന്ന റിട്ടേൺസ് അല്ല. സിസ്റ്റം എന്നും നിലനിൽക്കും, എന്തുകൊണ്ട് നിലനിൽക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കാരണം സിസ്റ്റത്തിന് ലയബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി 1%, 2%, 10% മാസം അങ്ങനെയൊന്നും ഇവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല. ഇതിങ്ങനെയാണ് സിസ്റ്റം. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബയറും സെല്ലറും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. ആ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കും തോറും ആൾക്കാരെ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അടുത്തൊരു 2 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊരു സ്വപ്നം മാത്രമായിരിക്കും. തീർച്ചയായും ഒരു ദുസ്വപ്നം മാത്രമായിട്ട് മാറും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ബൂം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും എനിക്ക് മനസ്സിലായത് 30-ാം തീയതി 31-ാം തീയതിയും ഓർഡറുകൾ ഒരു 2000-ൽ താഴെ വരുന്ന ഓർഡറുകൾ പോയാൽ തന്നെ പിന്നെ വളരെയധികം ഫാസ്റ്റ് ആവും. കാരണം പെർ ഡേ ഒരു 200 ആ 2 ദിവസം മാത്രമാണ് 1300-ഉം ഒരു 800-ഉം വന്നിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വന്നിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ആവറേജ് നോക്കുമ്പോൾ നമുക്കിപ്പോ ഒരു 11 ദിവസമായി. ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 300-ന് താഴെ ഒരു ഓർഡർ ഒരു ദിവസം വരുന്നുള്ളൂ. ഇന്നലെ ആകെ 85 വന്നിട്ടുള്ളൂ. അതെ. ഇന്നലത്തെ അപ്ഡേഷന് ശേഷം കാണാൻ കഴിയാത്ത കാരണം ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വരെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞാൽ തന്നെ അത് സ്പീഡ് ആവുന്നത്. നമുക്ക് അതിന്റെ പ്ലാൻ അറിയുന്ന കാരണം ഞാനിപ്പോ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ പ്ലാൻ പഠിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ പല ആളുകളും അതിന് തയ്യാറാകുന്നില്ല. എങ്കിലും ഒരു മാറ്റം വരുന്നു പ്രത്യേകിച്ച്. ശരി എന്നാ സാറേ. ഓക്കെ സാർ, താങ്ക് യു. ജലാലുദ്ദീൻ PK, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. എനിക്ക് ഓൾറെഡി 10:30 കണ്ണിൽ മരുന്നൊക്കെ ഒഴിക്കേണ്ടതാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ നിന്നും കുറെ കാര്യങ്ങളും മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. അഖിലൻ. ശിവദാസ് സാറേ, ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു 2 ലക്ഷം USDT ഇപ്പോ ഈ സിസ്റ്റത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ക്യൂ എന്തുമാത്രം കുറയാൻ സാധ്യതയുണ്ട്? നമ്മള് ഒരു ഓർഡർ മാക്സിമം ഉള്ളത് 500 ആണ്. $500 ഒരു മാക്സിമം സെല്ല് ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 40. ഞാൻ ഉദ്ദേശിച്ചത് 2 ലക്ഷം ഡിവൈഡഡ് ബൈ 500 അത്ര തന്നെ. അതെ, അല്ല, ഒരാള് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾ. അതായത് ഒരു 100 USDT വെച്ചിട്ട് ഒരു 2000 പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ $2 വരും. അതെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഈ ക്യൂവിന്റെ ഒരു ഫ്ലോ എങ്ങനെയായിരിക്കും? ഏകദേശം ഒരു ഐഡിയ. ഈ ക്യൂവിന്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ $2 ലക്ഷം സെൽ ഓർഡർ ഇട്ടിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ എടുത്തു പോകും. അപ്പൊ മിക്കവാറും വളരെ ഫാസ്റ്റ്. നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല. കാരണം ചിലരുടെ $30 ആണ്, ചിലരുടെ $50 ആണ്, ചിലരുടെ $100 ആണ്, ചിലരുടെ $150 ആണ്, $300, $500 വരേക്കും. അപ്പൊ ഞാൻ എല്ലാവരുടെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാവരുടെയും $500 ആണെന്ന് വിചാരിച്ചാൽ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 500 എത്രയാണ് വരിക? 40. 40 പേർക്ക് ഔട്ട് ആവും. പലവരുടെയും 26 അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് ഡോളറുള്ള. ഞാൻ പറഞ്ഞ ഏറ്റവും മിനിമം 40 ആണ്. അല്ല, ഇപ്പൊ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ടിന്റെ സെൽ ഓർഡർ ആണ് ഇപ്പോ ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ എക്സിസ്റ്റിംഗ് സെൽ ഓർഡർ
അപ്പൊ ഉണ്ട്. 2 ലക്ഷം എത്ര പേരുണ്ട് ഉദ്ദേശം? നമ്മള് ഞങ്ങള് ആ ഒരു ലിസ്റ്റിൽ നിന്ന് അതൊക്കെ എടുത്തു കളഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷൻ വരുന്നു. ഇതിൽ അല്ല ഇത്ര ഞാൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അടുത്ത 6 മാസം എടുക്കും, അങ്ങനെ പലരും മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ അടുത്ത 6 മാസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അല്ല അതല്ല ഞാൻ എന്നുള്ള ഉദ്ദേശിച്ചത് രീതിയിലുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് കയറി ഒരാഴ്ചയിലേക്ക് പണ്ടത്തെ ആ ലെവലിലേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ടിന്റെ ബൈയിങ് ഓർഡർ കിട്ടിയാലേ അങ്ങനെ നമ്മളൊരു കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ല ഇതിന്. അല്ല ഉദ്ദേശം ഇപ്പൊ 2 ലക്ഷം അത് വേണ്ട 2 ലക്ഷം 2 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഒരു 400 പേര് പുറത്താവുമെന്ന് വിചാരിക്കുക. 400 പേരോളം പുറത്താവും അല്ലെ? ഒരു 400 പേര് പുറത്തായാൽ ഈ 400 പേരും അടുത്ത സെൽ ഓർഡർ ഇടും. ഓക്കെ. കാരണം അവർക്ക് ഇനി സെൽ ഓർഡർ ഉണ്ടെങ്കിൽ അവർക്ക് ഇട്ടൂടെ? സെൽ ഓർഡർ കഴിഞ്ഞാൽ അടുത്ത സെൽ ഓർഡർ ഇടാലോ. ഇടാം. അപ്പൊ എന്തായാലും ഈ പറയുന്ന വോള്യൂം അങ്ങനെ തന്നെ നിൽക്കും. ഏത് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലും ഏത് എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാലും നമുക്കറിയാം ബയർ വോളിയം സെല്ലർ വോളിയം ഇത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാര് ഏറ്റവും മിനിമം 2 പേര് 100 USDT 2 പേരെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ 4000 പേരും വേണ്ട, അതിനകത്ത് ഒരു 1000 പേരെങ്കിലും അതിനകത്ത് ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഭീകരമായിട്ടുള്ള ഒരു ടാസ്ക് അല്ല അത്. ഇല്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 2 പേരെ പുതുതായിട്ട് ഇപ്പൊ നേരത്തെ കൊണ്ടുവരുന്ന അല്ല, പുതുതായിട്ട് ഓരോരുത്തരും 2 പേരെ കൊണ്ടുവരികയും ഒരു 3-4 ലെവലിൽ നിന്ന് ഒരു 10 പേര് മിനിമം വരികയും ചെയ്തു കഴിഞ്ഞാൽ വലിയ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഇപ്പൊ വെച്ചിട്ടുണ്ടല്ലോ, അത് കൂടാതെ ഒരു ചെറിയൊരു ട്രിപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതൊരു പ്രചോദനമായിരിക്കും. അതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ടാവും. നമുക്കൊരു റാങ്കിന്റെ ഉള്ളിൽ നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മൾ ബേസിക്കലി നമ്മൾ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള മെയിൻ ആയിട്ടുള്ള റാങ്കുകൾ ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ. സിൽവർ എന്ന് പറയുന്നത് ഒരു ബേസിക് റാങ്ക് ആണ്. അതിൽ അത്ര വലിയ എഫേർട്ട് വരുന്നില്ല. ഞാനിപ്പോ $5 പേര് $1000 ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ സിൽവർ ആവും നേരത്തെ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കാറ്റഗറി ആൾക്കാർ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയി. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണല്ലോ. എമറാൾഡ് എന്ന് പറയുമ്പോൾ അതിലും സീരിയസ് ആണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം അവര് ചെയ്തേക്കുന്ന $5 ലക്ഷം മേളിലുള്ള ബിസിനസ് ആണ്. 5 പോരാ, കൃത്യം $5 ലക്ഷം കൊണ്ടൊന്നും നിങ്ങൾ ഡയമണ്ട് ആവില്ല. അതിലും കൂടുതൽ വേണ്ടിവരും. അപ്പൊ ആ എഫേർട്ട് എടുത്തിട്ടുള്ള 2-3 വ്യക്തികൾ നമുക്ക് ഉണ്ടല്ലോ ഓൾറെഡി. അല്ല ഇപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്നൊരു മൂവ്മെന്റ് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു 1 ഡേ ട്രിപ്പ് എന്തെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ ഈ സിസ്റ്റം പലർക്കും അറിയില്ല എന്നുള്ളത് ഇപ്പം പലവരുടെ സംസാരത്തിൽ മനസ്സിലായി. അപ്പൊ വളരെ പക്ഷെ നമ്മൾ അതിനെ അത് പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ, ഇങ്ങനെ അച്ചീവ് ചെയ്ത ആളുകളെ ഒരു 1 ഡേ ട്രിപ്പ്, ഹൗസ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു എൻജോയ്മെന്റ് കൂടിയിട്ട് ഒരു ക്ലാസ് സിൽവർ എബോവിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു ഒരു പ്രോഗ്രാമും ഗോൾഡ് എബോവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മീഡിയറ്റ്. അത് കൂടാതെ അതൊക്കെ അച്ചീവ് ചെയ്യാൻ ടൈം എടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഇപ്പൊ ഓരോരുത്തരുടെ ടീമിലും 10 മെമ്പേഴ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയ്ഡ് പ്രോഗ്രാം ആക്കേണ്ടി വരും. അല്ല, ചെറിയൊരു ക്രൈറ്റീരിയ ഏറ്റവും പെട്ടെന്ന് അച്ചീവ് അതാണ് ഞാൻ പെയ്ഡ് പ്രോഗ്രാം സിസ്റ്റം ഫാസ്റ്റ് ആവില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകളെ ഏറ്റവും പെട്ടെന്ന് സിസ്റ്റം ഫാസ്റ്റ് ആവില്ല. നമ്മൾ ഇതുപോലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു കോസ്റ്റ്, നമുക്ക് കോസ്റ്റ് ആണ് പ്രധാനം. നമ്മളിപ്പോ ഇത്ര 200 പേരെ നമുക്ക് ഇപ്പോ തായ്ലൻഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരാൾക്ക് $500 എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞാലും ഫ്ലൈറ്റ് ഇൻക്ലൂസീവ് ആയിട്ട് നമുക്ക് ഒരാൾക്ക് $500 വരും. അപ്പൊ നമ്മളൊരു 200 പേരെ കൊണ്ടുപോകണമെങ്കിൽ 500 ×
200 എത്രയായി? അല്ല ഞാൻ പറഞ്ഞ ഒരു ലക്ഷം ഡോളറായി. 10,000-2,000 രൂപ വരാവുന്ന രൂപത്തിൽ ഒരാൾക്ക് വരാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണ്, പക്ഷെ അതിന്റെ എത്ര നമ്പേഴ്സ് ഉണ്ടാവുന്ന കൂടി നമ്മൾ അറിയണം. അല്ല അപ്പൊ നമ്പേഴ്സ് സംഭവം ഒരാൾക്ക് 1000 രൂപയാണ്, ഒരാൾക്ക് 1000 രൂപയാണ്. 1000 രൂപ വെച്ചിട്ട് നമ്മൾ 200 പേരാണെങ്കിൽ 2 ലക്ഷം രൂപയാണ്. അല്ല അത് ശരിയാണ്. നമ്മള് ശരിയാണ്, പ്രോഗ്രാമിന് വേണം, അത് വേണം, ഇത് ഒക്കെയാണ് ശരിയാണ്. പക്ഷെ അതിന്റെ ബഡ്ജറ്റിംഗ് നോക്കണ്ടേ? ബഡ്ജറ്റ് നമ്മൾ നോക്കണ്ടേ? നമ്മൾ എത്ര പേര് അറ്റൻഡൻസ് കിട്ടും, എത്ര പേര് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അവിടെ ആകെ ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഒരു പെയ്ഡ് പ്രോഗ്രാം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആലോചിച്ച് ചെയ്യാലോ. ഇതെല്ലാം ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഈ ഒരു 20-ാം തീയതി വരെയൊക്കെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിലായി. പക്ഷെ ഇതിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു മണിക്കൂർ പോലും എനിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്നും റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ റെസ്റ്റ് കാലത്ത് 8 മണിക്ക് തൊട്ട് ഇതുവരേക്കും നമുക്കൊന്നും റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അല്ല ഈ ചെറിയൊരു 2 ദിവസത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടെ ഒന്ന് എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് ഒന്ന് ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ഡിക്ലെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിരുന്നു. അതിന്റെ ഡിസ്കഷൻ ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. താങ്ക് യു. അതിന്റെ ഡിസ്കഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കിപ്പോ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് എന്തായാലും നിലനിർത്തിയേ പറ്റുള്ളൂ. അത് നമ്മുടെ ഒരു ചാലഞ്ചാണ്. നമുക്ക് 4000 പേര് വന്നിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു. ഇന്ത്യയാണ് നമ്മള്. കോടിക്കണക്കിന് ജനുണ്ട്. 4000 തൃശ്ശൂര്, ഇപ്പൊ നമ്മളിരിക്കുന്ന തൃശ്ശൂരിന്റെ ഒരു മൂലയായിട്ടില്ല. വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാതെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ മതി. നമ്മള് മജീദ് സാറ് നേരത്തെ പ്രസന്റേഷൻ ചെയ്യുമ്പോ വെറും $120 കൊണ്ട് 5 ഡയറക്റ്റിനെയും കൊണ്ടുവന്ന് ആ 5 ഡയറക്റ്റിന്റെ ഡ്യൂപ്ലിക്കേഷനില് 10 ലെവലില് 98 കോടി രൂപ ഏൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. അതിൽ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ആണ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നമ്മൾ അതിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അല്ലാണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ അല്ല പ്രൊമോട്ട് ചെയ്തത്. ആ രീതിയിൽ ചെയ്താൽ പോലും $120 ആണ് അവിടെ വേണ്ടത്. ആ $120 വെച്ചിട്ട് ചെയ്താൽ ബാക്കി ഇതിലേക്കും 25+75. അതെ. അന്ന് നമ്മള് ഇപ്പോഴാണ് നമ്മൾ ഈ നിയമം 1:3 എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത്. അല്ലെങ്കിൽ $100 നിങ്ങൾ ടോവയിൽ മാത്രമാണ് നിങ്ങൾ ചെയ്യുക. $20 നിങ്ങൾ ടെത്രറോഷനിലും $100 നിങ്ങൾ ടോവയിലും നമ്മൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ 98 crore നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ടാവും. 10 ലെവലിൽ, വെറും 10 ലെവലിൽ റാങ്ക് 6ാമത്തെ ലെവലിൽ നിങ്ങൾ റാങ്ക് ആവും. മജീദ് സാർ വ്യക്തമായിട്ട് പല പ്രോഗ്രാമുകളിലും നേരത്തെ കുറച്ച് നാളെ മുന്നത്തെ വീഡിയോകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ പ്ലാൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കഴിഞ്ഞ മാർച്ചിന് മുന്നത്തെ വീഡിയോകൾ നോക്കണം. അത് ഞാൻ വീഡിയോ ഇടുന്ന ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ സിസ്റ്റം, എങ്ങനെയാണ് ഇതിന്റെ ആൽഗോറിതം, ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ആൽഗോറിതം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ആണ്. എന്താണ് ഈ കാൽക്കുലേഷൻ എന്നൊക്കെ പഴയ കുറെ വീഡിയോസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ അയക്കുന്ന വീഡിയോസിന്റെ ആ ലിങ്കില് അതേ ചാനലിൽ തന്നെ മുന്നത്തെ വീഡിയോകൾ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ. ഇതില് എനിക്ക് തോന്നുന്നു ഇപ്പം സൂം മീറ്റിംഗിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും കുറച്ച് പേരെ മെയിൻ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ലീഡേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ. അതിപ്പോ മറ്റതും വേണമെന്നില്ല, ഒരു ടൂർ പ്രോഗ്രാം ഓൾറെഡി ഞാനിപ്പോ ഈ എന്റെ ഈ സർജറിക്ക് തൊട്ട് മുന്നേ വരെ ഞാനിപ്പോ നിലമ്പൂരും പെരിന്തൽമണ്ണയും 2 മീറ്റിംഗ് നടത്തിയിട്ടേ വന്നേ. അത് ശരി. അപ്പൊ തൃശ്ശൂര് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അങ്ങനെയാണ് ഒരു മീറ്റിംഗ് അങ്ങനെ ഓഫ്ലൈൻ മീറ്റിംഗ് എനിക്ക് എന്റേതായ, കാരണം നമ്മൾ അവിടുന്ന് രാത്രി നേരത്ത് വണ്ടി ഓടിച്ചു വരുമ്പോ എനിക്ക് റോഡ് കാണാനില്ല. കണ്ണിന്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പ്രശ്നം.
ഓക്കെ ഓക്കെ. നമുക്കാണെങ്കിൽ കണ്ണില്ലെങ്കിൽ നമുക്ക് ഈ മൊബൈലിൽ നോക്കിയിരിക്കാനും പറ്റൂല്ലോ. ഇനി ഇനി ഡോളർ സാറ് USDT പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റില്ല. സാറ് ഡ്രൈവ് ചെയ്യണ്ട, ഒരു ഡ്രൈവറെ വെച്ചാൽ മതിനേ. അല്ല, ഡ്രൈവറെ വെച്ചാലും കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ മൊബൈലിൽ നോക്കി USDT പറഞ്ഞ കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എമർജൻസി ആയിട്ട് ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. അല്ല അതിനിപ്പം ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പോ ഇനി ഞാൻ ഫർദർ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് ഇപ്പൊ തന്നെ 10:40 ആർക്കെങ്കിലും എന്തെങ്കിലും അർജന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർച്ചന ഡ്രീം ബിഗ് വേണമെങ്കിൽ ഒന്നുകൂടി. ഓക്കെ, അർച്ചന ഡ്രീം ബിഗ്. സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രയും വേഗം ഈ പല ന്യൂസുകൾ പലയിടത്തുനിന്ന് വരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ $500 മേടിച്ച് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആള് പോലും നെഗറ്റീവ് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്താ സിസ്റ്റത്തിൽ നടക്കണേ? ഇപ്പൊ തന്നെ സാറ് കുറെ കാര്യങ്ങളോട് പറഞ്ഞു, ദുബായിൽ നിന്ന് ലൈസൻസ് എടുക്കുന്നു, അങ്ങനെ എക്സെട്ര. അപ്പോ ഇതൊക്കെ ഉള്ളത് വളരെ കോൺഫിഡൻസ് തരുന്നുണ്ട്. അതുകൊണ്ട് സിൽവർ ആൻഡ് അബോവ് സൂമിലെങ്കിലും ഒരു ട്രെയിനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. നമ്മൾ ഓൾറെഡി പലതവണ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി വീണ്ടും ചെയ്യുന്നു. ഞാനിപ്പോ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ട്രെയിനിങ് പോലും എക്സാക്ട്ലി കിട്ടിയിട്ടില്ല. ഞാനൊരു പ്രാവശ്യം മജീദ് ഖാനെ നേരിട്ട് വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു എന്നുള്ളതിനപ്പുറം എനിക്കൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഈ ക്രൈസിസ് ഉള്ള സമയത്ത് ഇത് അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഈ സിസ്റ്റം ഇങ്ങനെ ആക്കിയത് ഒരിക്കലും കമ്പനി അല്ല, ലീഡേഴ്സ് ആണ്. എനിവേ നാളെ ഉച്ചയ്ക്ക് 11 മണിക്ക് പറ്റുമെന്ന് നോക്കട്ടെ. ഇല്ല, നാളെ പറ്റില്ല. നാളെ എനിക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നാളെ 11 മണിക്ക് എനിക്ക് പറ്റില്ല. സാറ് തന്നെ ഏൽക്കണമെന്നില്ലെന്നേ, അത് മജീദ് ഖാനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചിട്ട് കൊണ്ടോ. പിന്നെ ഈ സിസ്റ്റത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരാള് മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് ചങ്ങന്നൂർ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് പുള്ളിയുടെ താഴെ. പുള്ളി എന്റെ ലൈനൊന്നും അല്ല. ഞാനത് പോയി കാറും എടുത്ത് പോയി ചെയ്തു കൊടുത്തത്. അദ്ദേഹത്തിന്റെ താഴെ അവിടെ $1000 കയറിയപ്പോ മാർക്കറ്റ് പ്ലേസിലുള്ള ആരുടെയോ വില, ഇപ്പൊ എന്റെ അടക്കം ആരുടെയെങ്കിലും ഒരാളുടെ ഒരു 3 പേരുടെ 2 പേരുടെ സെൽ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ എല്ലാവരും സഹകരിക്കുക, നെഗറ്റീവ് പറയുന്നത് നിർത്തുക. ഇതുപോലൊരു സിസ്റ്റം ലോകത്ത് വേറെ കിട്ടില്ല. നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 3000 പേരെ 30,000 ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ സിസ്റ്റത്തിൽ നിന്ന് ഫണ്ട് മുഴുവൻ വരട്ടെ എന്നും പറഞ്ഞ് കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, സിസ്റ്റം അവിടെ നിലനിൽക്കും, പക്ഷെ സ്ലോ ആയിരിക്കും. അപ്പൊ സ്ലോ ആക്കണോ അതോ കാരണം 4 ഗിയർ ഇട്ട് ടോപ്പ് ഗിയറിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വണ്ടീനെ സ്ലോ ആക്കിയത് ഇതിനകത്ത് ലീഡേഴ്സ് ആണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന് അധികം ഒന്നും അറിയത്തില്ലായിരിക്കും. കാരണം ഞാൻ മനസ്സിലാക്കിയത്തോളം 1 കോടി രൂപ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 80 ലക്ഷം രൂപയും ടോവയിൽ വന്നു. 14 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് മാർക്കറ്റ് പ്രൈസിൽ വന്ന് കെട്ടിക്കിടന്നു. ഇങ്ങനെ ആക്കിയത് കമ്മീഷൻ പ്രതീക്ഷിച്ച് ചെയ്ത ലീഡേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് ആ ലീഡർമാരൊന്നും അപ്പുറവും ഇപ്പുറവും പോയിട്ട് പറഞ്ഞിട്ടില്ല കസ്റ്റമറോട് ഞാൻ കാരണം എങ്ങനെയായെന്ന് പറഞ്ഞിട്ടില്ല. കമ്പനിനെയും കുറ്റം പറഞ്ഞ് ഇനി നിങ്ങളുടെ $1000 ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് അടുത്ത കമ്പനിയിൽ അടിക്കാം, നമുക്ക് ഈ നഷ്ടം തിരിച്ചു പിടിക്കാമെന്നും പറഞ്ഞ് അടുത്തതും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇവിടെ ലീഡർമാര്. നെറ്റ്വർക്കിൽ എപ്പോഴും അതൊരു പരാജയം തന്നെ ലീഡർമാരുടെ സ്വഭാവങ്ങൾ. നമ്മുടെ തന്നെ കൂടെ ഉള്ള ഒരാള് കുറെ പൈസ അടിച്ച് നല്ല ഇതായിട്ട് കോഴിക്കോട് വീട് വെക്കാൻ പോയെന്നവരെ പറഞ്ഞു കേട്ടായിരുന്നു. അവരുടെ ഒരു വോയിസ് എൻ്റെ കയ്യിലുണ്ട്. എന്നെ 1000 അടിച്ചാലോട്, അതും വലിയ റാങ്ക് പിടിച്ചു, എന്നിട്ട് $1000 അടിച്ചാലോട് ആ ID ഇനി ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ID ചെയ്തോളാനാ പറയുന്നത്. അപ്പോഴും അവർക്ക് $150 കിട്ടുമല്ലോ. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ചെയ്തു സിസ്റ്റം. ഇപ്പം ലീഡേഴ്സിന് തെറ്റ് ചെയ്യാൻ ഉള്ള അവസരങ്ങളെല്ലാം മാറ്റി സിസ്റ്റം നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ഈ ടീമിലുള്ള 235 പേരും മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ്ങുകൾ കറക്റ്റ് എടുത്ത് ഇപ്പം ഒരു കാര്യം ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട് ശിവദാസ് സാറിന്. അതുപോലെ നമ്മളായിട്ട് മാറണം. ഈ നമ്മൾ 235 പേരിൽ 200 പേര് വിചാരിച്ചാൽ 20,000 പേര് ഇതിലോട്ട് വരാൻ 2 മാസം മതി. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി, കാരണം 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്താലും ക്യാപിറ്റൽ മണി സേഫ് ആയിട്ട് ഒരു 20% കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ലോകത്തില്ല. ഇവിടെ വന്ന ബോറാവാൻഡ് ചെയ്ത് നോക്കി, ടൈറ്റാൻ ക്യാപിറ്റൽ ചെയ്ത് നോക്കി, പിൻഡോച്ച് ചെയ്ത് നോക്കി, എല്ലാത്തിലും കൂടെ എൻ്റെ 25 ലക്ഷം രൂപയിലും പലിശക്ക് എടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ 15 രൂപ പലിശയ്ക്ക് വെച്ചേക്കണം. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രതീക്ഷയുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ 3 പ്രാവശ്യം തിരിച്ചടിച്ചു. ഭയങ്കര സ്പീഡായിരുന്നല്ലോ. $14,500 ആയി. അത് $5,400 ഞാൻ വെച്ചിട്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല സിസ്റ്റമാണ്. ആ സ്പീഡ് നമുക്ക് അടുത്ത മാസം തന്നെ ആക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും സഹകരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നത്രയും പോസിറ്റീവായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക.
ഈ നെഗറ്റീവ് പറയുന്നതും പേടിക്കുന്നതും നിർത്തും. അപ്പൊ സൂമിൽ ഇന്നിരുന്ന് എല്ലാവരും ചാർജായി. നാളെ ഉച്ചയ്ക്ക് ഇതിലിരിക്കണം 100 പേരെ വിളിച്ചിട്ട് ഓവ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ, എന്റെ വിഡ്രോവൽ കിട്ടട്ടെ എന്നാ പറയണമെങ്കിൽ, ഈ പഴങ്കഞ്ഞി വർത്താനാ പറയണമെങ്കിൽ സിസ്റ്റം വളരില്ല. അത്രേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. അതുകൊണ്ട് ശിവദാസ് സാർ, ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് പലതും പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. ആളുകളെ പിടിക്കാൻ നടക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് 10 പടക്കുതിരകളെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അത് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കുറെ നേരം ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങള് തമിഴ്നാട് ടീമായിട്ട്, തമിഴ്നാട്ടിലൊരു ഗംഭീര ടീമുണ്ട്, ഫാന്റാസ്റ്റിക് ടീമാണത്. കാരണം നമ്മുടെ ഒപ്പം ടെതറോഷൻ മുതല് ഞങ്ങളുടെ ഒപ്പം ഉള്ള ആൾക്കാരാണ്. നമ്മൾ ഈ തമിഴില് പറയുമ്പോ ടെതറോഷനിൽ മുതൽ ഒരു ട്രാവൽ പണിട്ട് ഇരിക്കെ എന്ന് പറയണ പോലെയാ. അവർ ആ ഒരു സിസ്റ്റം കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത്. അവർക്ക് അന്ന് നമ്മൾ ഈ ടോവാന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും മനസ്സിലായില്ല. ഇത് എന്തത് എന്ന് പറയും, പെട്ടെന്ന് അവർക്കൊരു സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇത് വന്നപ്പോ ഇതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് കണ്ടപ്പോ അവർ അത്രയ്ക്കധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ട്. ഇപ്പോഴും 100% ലീഡേഴ്സ്. ഇതൊന്നൊരു വിഷയമല്ല എന്നും പറഞ്ഞിട്ട് നടക്കുന്ന, ഇപ്പൊ ഇന്ന് ഞാൻ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഒരു ബാബു സാർ ഉണ്ട് തിരുവണ്ണാമലൈ എന്ന് പറയുന്ന സ്ഥലത്ത്. പുള്ളി വളരെ കൂളായിട്ട് ഊട്ടിയില് പുള്ളിയുടെ എക്സ്പെൻസില് പുള്ളി റിസോർട്ടൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് പുള്ളി കുറെ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അടിപൊളി. പുള്ളി RMPയില് വമ്പൻ ഇൻകം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് തമിഴ്നാട്ടിലെ. പുള്ളിക്ക് ഒരു വിഷയമേ അല്ല. ഞാനായിട്ട് ഒരു തവണ ബാംഗ്ലൂർ വെച്ചിട്ട് പുള്ളിനെ മീറ്റ് ചെയ്തു. പുള്ളിയുടെ മകനെ പുള്ളി അന്ന് വിളിച്ച് ആ മകന് ഞാനൊരു ക്ലാസ് കൊടുത്തു. ഈ ഒരൊറ്റ ഒരു കാര്യം അതുകൊണ്ട് മാത്രം പുള്ളി അന്ന് തുടങ്ങിയിട്ട് പിന്നെ എനിക്കിങ്ങനെ ശിവദാസ് സാർ, എനിക്ക് കുറച്ച് ഡോളർ വേണം, $1000 വേണം, $2000 വേണം, $3000 വേണം, ഇങ്ങനെ ഡെയിലി സാർ ഇന്നേക്ക് എന്റെ ലിമിറ്റ് തീർന്നു, ഞാൻ നാളെ അയക്കാം. ഇതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് കമ്മിറ്റ്മെന്റ്. ഇന്നും ഞങ്ങളുടെ തമിഴ് സൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. കാലത്ത് 11 മണി മുതൽ 1:15 മണി വരെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അത്രയും നേരം ഞാനും ഇരുന്നു. അങ്ങനെ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് സംസാരിക്കാൻ പുള്ളിക്കാരൻ പറഞ്ഞേ ഒരു പ്രശ്നമില്ല, ക്ലീൻ. ഞങ്ങൾ ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ എടുത്തിട്ട് 5 സ്റ്റാർ റിസോർട്ടിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഞങ്ങൾ ടെതറോഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും പുള്ളിക്ക് പറയാനില്ല. പുള്ളിക്ക് വേറെ ഒന്നും ഒരു സംശയം പോലും എന്നോട് ചോദിക്കാനില്ല. ഇത് എപ്പോഴാവും ഒന്നും ചോദിച്ചില്ല പുള്ളി. ക്ലീൻ. അപ്പൊ ആ ടൈപ്പ് ആൾക്കാരും അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഹെവിലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും നമുക്ക് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് കേരളം മാത്രമല്ല, ഇത് കേരളത്തിൽ മാത്രം ഓടുന്ന ഒരു സിസ്റ്റം അല്ല. ഇത് കേരളം ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, കർണാടകയുണ്ട്. കർണാടകയിലും എനിക്ക് ഹ്യൂജ് ടീം എനിക്കുണ്ട്. നോർത്ത് ഇന്ത്യയിൽ എന്റെ പാർട്ട്ണർക്ക് നിറയെ ടീമുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനം ഉണ്ടോ അവിടെ ഒക്കെ നമുക്ക് ടീമായിട്ടുണ്ട്. അത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും എല്ലായിടത്തും. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എനിക്കും ഉണ്ട്, എല്ലായിടത്തും. അപ്പൊ ഈ പറയുന്നത് ഇവരൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇവരൊക്കെ ഞങ്ങളുടെ ഒപ്പം നേരത്തെ ഉള്ളവരായതുകൊണ്ട് ഈ പുതിയ സിസ്റ്റത്തിനെ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നോട് ചോദ്യം പോലും ചോദിക്കാറില്ല. ബട്ട് ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രൊമോഷൻ നടന്നേക്കുന്നത് കേരളത്തിലാണ്. അത് വെരി സോറി ടു സേ എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. എനിക്ക് ഇത്രയും ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ മാത്രം. ബാക്കി എവിടെയും. കാരണം അവർക്ക് ആ ഒരു പക്ക രീതിയിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഇതുണ്ടാവും, അതുണ്ടാവും, ഇത് ഈ കമ്പനി നിലനിൽക്കൂല, അതില്ല. അൺനെസസറി കമന്റ്സ് നമ്മൾ കേൾക്കുന്നത് ഇവിടുന്ന് മാത്രം. വേറെ ഒരു സ്ഥലത്തുനിന്നും നമുക്ക് അങ്ങനത്തെ ഒരു കമന്റ് പോലും തമിഴ്നാട്ടിൽ നിന്ന് ഒന്നുമില്ല. സീറോ. നോർത്ത് ഇന്ത്യയിൽ നിന്നില്ല, സീറോ. നമുക്ക് ആകെ ഉള്ളത് ഇവിടുന്ന് മാത്രമാണ്. അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. നമുക്ക് അത്രയും എന്താ പറയാ, നമ്മൾ ഇത്രയും പ്രയത്നിച്ച് നമ്മൾ ഇത്രയും നല്ലൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റത്തിനെ ഒരു പുച്ഛം ഭാവത്തിലാണ്. ആകെ ചിലപ്പോൾ $100 ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ മെന്റാലിറ്റി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ ഒരുപാട് നാണം കെടുത്തുന്ന രീതിയിലാണ്. ഇതൊന്നും നടക്കൂല. ഇതൊന്നും 6 മാസം ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തിനപ്പുറത്തേക്ക് ഈ കമ്പനി ഇല്ല. വിധി എഴുതുകയാണ്.
അത്രയ്ക്കും വലിയ എക്സ്പേർട്സ് ആണ് ഈ നാട്ടിലുള്ളത്. നമുക്കത് ഭയങ്കര മോശമായിട്ടുള്ളതാണ്. നമ്മള് ചില നേരത്ത് നമ്മൾ വിചാരിക്കും കേരളത്തിൽ ഒരു പ്രൊമോഷനും വേണ്ട, ഇതിന്റെ പുറത്ത് വരാൻ ഭംഗിയായിട്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചില നേരത്ത് അങ്ങനെ തോന്നിപ്പോവും. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ ഇതാണ്. ബട്ട് എനിവേ, നമ്മുടെ നാടാണ്, നമ്മള് ജനിച്ച സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ സിസ്റ്റങ്ങളും നമ്മൾ ഓൺലൈനിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കേരളത്തിന് പുറത്ത് തന്നെ ചെയ്തിട്ടുള്ളൂ, കേരളത്തിനകത്ത് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം എൻ്റെ ഒരു വാശിയായിരുന്നു, ആക്ച്വലി എൻ്റെ ഒരു വാശിയായിരുന്നു കേരളത്തിൽ ഇത്തവണ ഞാൻ കാസർഗോഡ് തുടങ്ങി ട്രിവാൻഡ്രം വരെയുള്ള ഒരു ഏരിയയിൽ നല്ലൊരു ടീം ബിൽഡ് ചെയ്യുന്നുള്ളത്. അതുപോലൊരു ടീം ഞാൻ ബിൽഡ് ചെയ്യുകയും ചെയ്തു. ബട്ട് ഇതുപോലത്തെ കുറെ ക്രൂസിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നോ പ്രോബ്ലം, ഇതെല്ലാം നമ്മൾ തരണം ചെയ്യും. അതായത് ഒരു വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇന്നേക്ക് ഇത്രയൊക്കെ മതി. വീണ്ടും എനിക്ക് മരുന്നിന്റെ ഒരു അലാറം എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതർവൈസ് വെയിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ വർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ.